ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാം ദിശി വിരാജത്തെ തസ്യൈ ദിശേ നമസ്കുർമ കായേന മനസാ ഗിരാ. ശ്രീവിദ്യേ പരിപൂർണമേരുശിഖരേ ബിന്ദുത്രികോണസ്ഥിതേ വാങ്മേ ശേഷരമേശരുദ്രചരണേ മഞ്ജേ ശിവാകാരകേ കാമാക്ഷീം കരുണാരസാർണവമയീം കാമേശ്വരാംഗസ്ഥിതാം കാന്താം ചിന്മയകാമകോടിനിലയാം ശ്രീസിദ്ധവിദ്യാം ഭജേ. മന്ദാരമൂലേ മദനാഭിരാമം ബിംബാധരാപൂരിതവേണുനാദം ഗോഗോപഗോപീജനഗോപസംസ്ഥം ഗോപം ഭജേ ഗോകുലപൂർണചന്ദ്രം. വ്രജേ വസന്തം നവനീതചോരം വ്രജാംഗനാനാം ചതുകൂലചോരം അനേകജന്മാർജിതപാപചോരം ചോരാഗ്രഗണ്യം തമഹം ഭജാമി. ജന്മാദ്യസ്യ യതോന്വയാതിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. ഭാഗ്യം ചെയ്തവരായ ഭാഗവതപ്രിയരെ, വളരെ ധ്യാനാത്മകമായ ഒരു ചിത്രമാണ് ശ്രീമദ് ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധം. സ്ഥാനം എന്ന ലക്ഷണത്തോടു കൂടിയ 26 അധ്യായങ്ങൾ. പ്രിയവ്രതചരിതം, ഋഷഭചരിതം എന്ന ഏറ്റവും ഉദാത്തമായിരിക്കുന്ന കഥാസന്ദർഭം. ദാർശനിക തലത്തിൽ ഭാഗവതപ്രിയർക്ക്, ഭാഗവത ആസ്വാദകർക്ക്, ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഒപ്പം ദൈനംദിന ജീവിതത്തിലെ ഗാർഹികങ്ങളായിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെ നമുക്ക് ലഭിച്ച ഈ മനുഷ്യ ശരീരത്തെ ഇദം ന മമ എന്ന ഉദാത്തമായ പ്രതിജ്ഞയോടുകൂടി ഈ പ്രപഞ്ചത്തിൽ യജ്ഞമായി സ്വജീവിതത്തെ അനുഷ്ഠിച്ചു തീർക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു അവബോധം നമുക്ക് നൽകുന്നു. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്നോടൊപ്പം പഞ്ചമസ്കന്ധത്തിലെ പ്രിയവ്രത ചരിതത്തിലൂടെയും ഋഷഭചരിതത്തിലൂടെയും ഒരു തീർത്ഥയാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നവരാണ്. ഈ യാത്രയുടെ അവസാന രംഗം ഞാൻ ആദ്യം പറയാം.
ദക്ഷിണ ഭാരതത്തിലെ കോങ്കടം ദേശം, കർണാടക ദേശത്തിലെ ഗിരിനിരകൾ, ആ ഗിരിനിരകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു അവധൂതനെയാണ് നിങ്ങളിപ്പോൾ ഹൃദയത്തിൽ സ്മരിക്കേണ്ടത്. ശിരസ് മുതൽ പാദ നഖരം വരെ ഇടതൂർന്നു കിടക്കുന്ന ജടാഭാരം. മനസ്സിൽ ഈ ചിത്രം ഒന്ന് വരയ്ക്കാമോ എല്ലാവരും? അതിബലവാനും ദീർഘകായനുമായിരിക്കുന്ന ഒരു മനുഷ്യൻ, യോഗശക്തി കൊണ്ട് അണിമ, മഹിമ, ഗരിമ മുതലായിരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള ഗുണങ്ങളാലും ആർജിതമായ തീർത്ഥീകൃത ശരീരനായ ഒരവധൂതൻ. സന്യാസിയെന്നോ തീർത്ഥാടകനെന്നോ പ്രാകൃതനെന്നോ വികൃതനെന്നോ ഭ്രാന്തനെന്നോ ഉന്മത്തനെന്നോ ഇതിലേതാണ് എന്ന് തിരിച്ചറിയാൻ പോലുമാവാത്ത ആ മനുഷ്യനെ ഭാഗവതം വർണ്ണിച്ചത് തീർച്ചയായും ഈ പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം മനുഷ്യൻ ഏതൊരു മാർഗത്തിലൂടെ സഞ്ചരിക്കണമോ ആ മാർഗത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് ശരീരം എന്തായിത്തീരും എന്ന അവബോധം നമുക്കുണ്ടാക്കി തീർക്കാനാണ്. അത്തരത്തിലുള്ള ജീവ ബ്രഹ്മൈക്യഭാവം വന്നു ചേർന്ന ഒരു ശരീരത്തെയാണ് അവിടെ വർണ്ണിക്കുന്നത്. അങ്ങനെയുള്ള ആ അവധൂതൻ വനാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് വൃക്ഷലതാദികളോടും പക്ഷിമൃഗാദികളോടും ഭേദബുദ്ധിയില്ലാതെ സമദർശനത്തോടുകൂടി തൻ്റെ യോഗചര്യയിലൂടെ അജകരം, കാകവ്രതം മുതലായിരിക്കുന്നതായ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ സ്ഫുടം ചെയ്തെടുത്ത ജ്ഞാനസ്വരൂപമായി തീർന്ന് ഒടുവിൽ മുളങ്കാടുകൾ തമ്മി ഉരസിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്നുണ്ടായ അഗ്നിജ്വാലയിൽ നിന്ന് ജ്ഞാനാഗ്നി എങ്ങനെയാണോ സംസാരമാകുന്നതായ അജ്ഞാനമാകുന്ന ആ ഘോര കാന്താരത്തെ ദഹിപ്പിച്ചൊടുവിൽ ദാഹ്യാഭാവേന വിദ്യാശിഖിനി വിരമതേ, ഒന്നും ദഹിക്കാനില്ലാതാകുമ്പോൾ അവിടെ ബ്രഹ്മം മാത്രം, ഈശ്വരൻ മാത്രം, ഗുരുവായൂരപ്പൻ മാത്രം, സാക്ഷാൽ ഭാഗവത സ്വരൂപനായ സർവതുമായ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രം അവശേഷിക്കുന്നത്. ആ അവശേഷിക്കുന്നത് പോലെ ബ്രഹ്മം മാത്രം എന്ന അവസ്ഥയിലേക്ക് ആ അവധൂതൻ അഗ്നിയിൽ ഉൾച്ചേർന്ന് സ്വയം അഗ്നിയായി ജ്ഞാനമായി പ്രകാശിച്ച് ആ ഘോരകാന്താരത്തിലെ വിവേകബുദ്ധികളുള്ളവരും വിവേകമില്ലാത്തവരുമായ ചേതനാചേതനങ്ങളായ സർവത്തിനെയും അഹംബോധത്തിൽ നിന്ന് ഉദാത്തമായിരിക്കുന്ന ബ്രഹ്മഭാവത്തിലേക്ക് ഉണർത്തിയ അതിമനോഹരമായ രംഗം. അവിടെയാണ് ഞാൻ പ്രഭാഷണം അവസാനിപ്പിക്കുക. അപ്പോൾ പഞ്ചമസ്കന്ധം 26 അധ്യായങ്ങളാണ്. ഈ 26 അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്നത് സ്ഥാനം എന്ന ലക്ഷണത്തോടു കൂടിയ വിസർഗത്തിന് ശേഷം മനുഷ്യരറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. സർഗവിസർഗാദി ലക്ഷണങ്ങളോടുകൂടിയ മുന്നധ്യായങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറയാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ നെറ്റി ചുളിക്കണ്ട, എനിക്കൊന്നും പറയാൻ അറിയില്ല. ഭാഗവതം പറഞ്ഞതെന്തോ അതിനെ ഞാൻ ഒരു മാധ്യമമായി ഈ ശരീരം കൊണ്ട്, എൻ്റെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് ഉൾക്കൊണ്ടതെന്തോ ആ ഉൾക്കൊണ്ട അതിനെ ഒഴുകാൻ സമ്മതിച്ചു കൊടുക്കുന്നു. യോന്തപ്രവിശ്യ മമവാചം ഇമാം ഗിരാംസി എന്ന് ശ്രീശുകൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാനുള്ള തൻ്റെ ഇടം പോലും ഇല്ലാത്തവനാണ് ഞാൻ. ഇരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കറിയാം ശ്രദ്ധാപൂർണമായിട്ടുള്ള നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ ഏകാഗ്രമായിരിക്കുന്ന മനസ്സിൻ്റെ കൊതിയും ധൈഷണികമായി നിങ്ങൾ ഏതൊരു തലത്തിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ ആകാംക്ഷയും എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അനുഭവിച്ച ഭാഗവതത്തെ നിങ്ങളിലേക്ക് വേണ്ടതുപോലെ പകർന്നു തരും എന്നതിൽ സന്ദേഹമില്ല. അതിനിവിടെ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നുണ്ട്. സ്ഥാനം
എന്ന ലക്ഷണത്തെ നമുക്ക് രണ്ടായി ഭാഗിക്കാം. അത് രണ്ട് തരത്തിലുള്ള സ്ഥിതിയെ സൂചിപ്പിക്കുന്നു. നാം കണ്ടു, കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചം മുഴുവൻ കൃഷ്ണമയമായിരുന്ന കാലം. കാലമില്ലാത്ത കാലമാണ് കൃഷ്ണമയ കാലം. ഇന്നലകൾ, നാളകൾ, ഇന്നുകൾ ഒന്നുമില്ലാത്ത, അതീതങ്ങളും അനാഗതങ്ങളും ഇല്ലാത്ത, ഏതോ ഒരു മുഹൂർത്തമില്ലാത്ത മുഹൂർത്ത ബിന്ദുവിൽ നിന്ന് ജീവ സ്വഭാവം ആവിർഭവിച്ചു. ബോധം, പ്രപഞ്ചബോധം ഉണർന്ന ആ നിമിഷം മുതൽ ആ പ്രപഞ്ചബോധത്തിൽ വന്നു ചേർന്ന അവ്യക്തത്തിൽ നിന്ന് വ്യക്തമാകാൻ വേണ്ടി തുടിച്ച ഇച്ഛ, ആ ഇച്ഛാസ്വരൂപം എങ്ങനെയാണ് ത്രിഗുണങ്ങളായി മാറിയതെന്നും ആ ത്രിഗുണങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വിഷ്ണു, ശിവ, ബ്രഹ്മ, സൃഷ്ടി, സ്ഥിതി, സംഹാര ഭാവങ്ങൾ ഉണ്ടായതെന്നും അതിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ പരിണാമഘട്ടങ്ങളിൽ സ്വയംഭൂമനുവിൻ്റെ ചരിത്രം വിസർഗരൂപത്തിൽ ആരംഭിച്ചു. ഈശ്വരൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ ഈശ്വര സ്മരണ കൊണ്ട് ഈശ്വരൻ്റെ ഇച്ഛയെ പൂർത്തീകരിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിജാലങ്ങൾ സ്വയം എങ്ങനെയാണ് പരിണമിക്കുന്നത് എന്ന തത്വമാണ് വിസർഗത്തിൻ്റെ ദർശനം. അത് 31 അധ്യായങ്ങളെ കൊണ്ട് 4-ാമത്തെ സ്കന്ധത്തിൽ വിശദീകരിച്ച് കഴിഞ്ഞു. അത് വിശദീകരിച്ച് കഴിയുന്ന സമയത്ത് വ്യാസഭഗവാൻ ക്രാന്തദർശിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ജീവജാലങ്ങൾ സ്വയം പരിണമിച്ച് ഈ പ്രപഞ്ച വികാസം സംഭവിക്കുന്നുണ്ടെങ്കിലും ആത്മീയമായിരിക്കുന്ന അവസ്ഥയ്ക്ക് പരിണാമങ്ങളില്ല എന്ന ഉൾബോധം തരാൻ വേണ്ടി പുരഞ്ജനോപാഖ്യാനം വിസ്തരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് വേണം പ്രിയവ്രത ചരിതം ആരംഭിക്കാൻ. അപ്പോൾ സ്ഥിതിയാണ് നമുക്ക് പറയേണ്ടത്, സ്ഥിതിയാണ് നാം ഉൾക്കൊള്ളേണ്ടത്. സ്ഥിതി രണ്ട് തരത്തിൽ: സ്വരൂപസ്ഥിതി, ദേശസ്ഥിതി. 26 അധ്യായങ്ങൾ എന്ന് പറഞ്ഞത് ഈ പ്രപഞ്ചത്തിലുള്ള പദാർത്ഥങ്ങൾ ഒട്ടാകെ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ട് എന്ന അവബോധം തരാനാണ്. പഞ്ചഭൂതങ്ങൾ, സൂക്ഷ്മം സ്ഥൂലങ്ങളായിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, അഹങ്കാരം, ചിത്തം എന്നിങ്ങനെയുള്ളതായ 24 തത്വങ്ങളാണ്. അതുകൂടാതെ ജീവസ്വരൂപം, ബ്രഹ്മസ്വരൂപം എന്ന് 2 പദാർത്ഥഭാവങ്ങളെ കൂടി ഉൾച്ചേർത്തുകൊണ്ട് 26 പദാർത്ഥങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ ആകമാനമുള്ളത് എന്ന തത്വത്തിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് 5-ാമത്തെ സ്കന്ധത്തിലെ 26 അധ്യായങ്ങൾ. അതിൽ സ്വരൂപസ്ഥിതിയെ വർണ്ണിക്കുമ്പോൾ സ്വരൂപമെന്ന് പറയുന്നത് ശ്രീകൃഷ്ണ പരമാത്മാവാണ്. ആ ശ്രീകൃഷ്ണൻ്റെ 6 ഗുണങ്ങൾ. ഭഗവൽ പദം കൊണ്ട് കൃഷ്ണനെയല്ലാതെ മറ്റാരെയും ഉദ്ദേശിക്കുന്നില്ല. കൃഷ്ണപദം ഈ ബ്രഹ്മ അനുഭവം തന്നെയാണ്. ആ ഭഗവാന്റെ പ്രകീർത്തനാദികൾ പോലും നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന ദേഹബോധത്താൽ ഉണ്ടായിരിക്കുന്ന ഈ ദുഃഖത്തെ ഇല്ലാതാക്കുന്നതാണ്. ഭാഗവതത്തിൻ്റെ ഉദ്ദേശം അതുതന്നെയാണല്ലോ. ദാരിദ്ര്യ ദുഃഖജ്വരദാഹിതാനാം മായാപിശാചി പരിമർദ്ദിതാനാം സംസാര സിന്ധൗ പരിപാതിതാനാം ക്ഷേമായ വൈ ഭാഗവതം പ്രഗർജതി. അപ്പം അവരുടെ ക്ഷേമത്തിനായിക്കൊണ്ട്, ആരുടെ ദുഃഖം അനുഭവിക്കുന്നവർ, ഏത് തരത്തിലുള്ള ദുഃഖമായാലും ശരി, അങ്ങനെയുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കാനാണ് ഭാഗവതം ഗർജിക്കുന്നത് എന്ന് മാഹാത്മ്യത്തിൽ സൂചിപ്പിക്കുക തന്നെ ചെയ്തു, ഉറക്കെ ഗർജിക്കുക തന്നെ ചെയ്തു. ആ ദുഃഖം ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഓരോ പടികളാണ് നമ്മൾ ഭാഗവതത്തിൻ്റെ ഓരോ സ്കന്ധങ്ങളിലൂടെയും ചവിട്ടിക്കയറുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നാം എന്ത്, നാം എവിടെ നിൽക്കുന്നു, ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഇടമെന്ത്, നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണമെന്ത്, ഇതിനെക്കുറിച്ച് ബോധിപ്പിക്കാനാണ്. സ്വരൂപസ്ഥിതിയിൽ ഭഗവാൻ
ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ച് ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് സ്വകർമ്മങ്ങളിൽ വ്യാപൃതരായ ആർക്കും തന്നെ ദുഃഖമുണ്ടായിട്ടില്ല എന്ന് ബോധിപ്പിക്കുകയാണ്. പ്രിയവ്രത കഥ ആരംഭിക്കുമ്പോൾ പരീക്ഷിത്ത് ശ്രീശുകനോട് ചോദിക്കുന്നതും അതാണ്. മഹാത്മാക്കളായിരിക്കുന്ന ജ്ഞാനികൾ മുമ്പ് കേട്ട പുരഞ്ജനോപാഖ്യാനത്തിൻ്റെയും പൃഥുചരിതം ധ്രുവചരിതം മുതലായിരിക്കുന്ന ചരിതങ്ങളുടെയും ഒക്കെ സ്മൃതി, സംസ്കാരം, ശ്രവണ സംസ്കാരം, ആ സംസ്കാരത്തിൽ നിന്ന് ഉതിർന്നു വീണ പരീക്ഷത്തിൻ്റെ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നു. ഇങ്ങനെ മഹാജ്ഞാനികളായ ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിൽ അവരുടെ കർമ്മങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അധപ്പതനം ഉണ്ടാകാറില്ലേ? ഈ അധപ്പതനം ഉണ്ടാകാതെ ജ്ഞാനനിഷ്ഠമായി സ്വജീവിതത്തെ, ജനനം മരണം, ഇങ്ങനെ രണ്ട് ബിന്ദുക്കളാണ് ജീവിതത്തിൻ്റെ അർത്ഥത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. മരണം പ്രകൃതിശ്ചൈവ വികൃതിർ ജീവിതം ഉച്യതേ ബുധൈഹി. മരണം എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമൊന്നുമില്ല. നമുക്ക് ഉണ്ടോ? മരണത്തെക്കുറിച്ച് അത്ഭുതമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു അത്ഭുതവും ഇല്ലാത്ത കാര്യമാണ്. കാരണം എന്താ? അനുനിമിഷം നമ്മൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മരണം. അത് നമുക്ക് നാളെ വന്നു ചേരേണ്ട ഒരു അനുഭവമാണ്. നമ്മൾ പ്രയത്നിക്കാതെ വന്നു ചേരുന്ന ഒരു കാര്യമാണ് ജീവിതത്തിലെ ഒരു പരിണാമഘട്ടമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത്ഭുതം എന്താ? ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതം. നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഈ ജീവിതത്തിൽ ജ്ഞാനം ആർജിച്ചതിന് ശേഷവും, ജ്ഞാനം ആർജിച്ചാൽ പിന്നെ എന്താ ഈ ജ്ഞാനം? ശരീരത്തിൻ്റെ അനിത്യത, നിത്യാനിത്യ വിവേകം, ആത്മാനാത്മവിവേകമാണ് ജ്ഞാനം. എന്താത്മാവ് എന്തനാത്മാവ് എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരീരം കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങളിൽ വ്യാപൃതരാവുക എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതെങ്ങനെ നേരെയാവും? ചിരിച്ചുകൊണ്ട് ശ്രീശുകൻ പറയുന്നു, അതിനാണ് ശ്രീകൃഷ്ണ പരമാത്മ ചരണാരവിന്ദങ്ങളെ സേവിക്കേണ്ടത്. ഭഗവത് പരിചര്യയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്കൊരിക്കലും ബന്ധനമുണ്ടാക്കി തീർക്കുന്നില്ല. ഭക്തി, യഥാർത്ഥ ഭക്തി, അത് ദുർലഭമാണ്. യഥാർത്ഥ ഭക്തി ഉണ്ടായാലോ മോക്ഷം സുലഭമാണ്. ഇതിൻ്റെ തെളിവാണ് സ്വയംഭൂമനുവിൻ്റെ മൂത്തപുത്രനായിരിക്കുന്ന പ്രിയവ്രതൻ്റെയും പ്രിയവ്രതൻ്റെ പരമ്പരയായിരിക്കുന്നതായ ആ പുത്രപൗത്രാദികളുടെയും ചരിതം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പരീക്ഷിത്ത് കഥ ആരംഭിക്കുന്നത്. സ്വയംഭൂമനുവിൻ്റെ രണ്ടാമത്തെ പുത്രൻ്റെ കഥയാണ് വിസർഗ ലക്ഷണത്തോടു കൂടിയ 4-ാമത്തെ സ്കന്ധത്തിൽ വിശദീകരിച്ചത്. ആ പരമ്പരയെ വിശദീകരിച്ച് കഴിഞ്ഞു. ഭാഗവതത്തിൻ്റെ പ്രത്യേകത, ഏതെങ്കിലും രാജാക്കന്മാരെ കുറിച്ചോ രാജാക്കന്മാർക്കും മനുഷ്യ സമൂഹം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ശാസന പർവങ്ങളെക്കുറിച്ചും വിശദീകരിക്കുമ്പോൾ ആ വ്യക്തികളുടെ വീര്യത്തെയോ ഓജോ പ്രഭാവത്തെയോ വർണ്ണിക്കാനല്ല അവരുടെ കഥകൾ പറഞ്ഞിട്ടുള്ളത്. ആരാണോ ഈശ്വരീയമായിരിക്കുന്ന അനുഭവത്തെ ലോകത്തിന് പകർന്നു കൊടുത്തിട്ടുള്ളത്, നിരന്തരമായിരിക്കുന്ന ഭക്തിഭാവം കൊണ്ട് ഈശ്വര സ്വരൂപങ്ങളായി തീർന്നവരായ അവരുടെ ചരിതങ്ങളാണ് ഭാഗവതം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രിയവ്രത ചരിതത്തിലും സ്വയംഭൂമനുവിൻ്റെ മൂത്തപുത്രനായിരിക്കുന്ന പ്രിയവ്രതൻ്റെ കഥ ആരംഭിക്കുമ്പോഴും നമ്മൾ കാണുന്നത് പ്രിയവ്രതനെ എവിടെയാണ്? രാജകൊട്ടാരത്തിലെ സിംഹാസനത്തിലിരിക്കുന്ന ഒരു രാജാവിൻ്റെ കഥയായിട്ടല്ല തുടങ്ങുന്നത്. അങ്ങ് നാരദാശ്രമത്തിൽ, നാരായണാശ്രമത്തിൽ സാക്ഷാൽ നാരദ മഹർഷിയുടെ അരികത്തിരുന്ന് ഭഗവത്
കഥകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയവ്രതനെയാണ് നമ്മൾ കാണുന്നത്. ഭഗവത് കഥാശ്രവണം കൊണ്ട് നിത്യാനന്ദമയമായിരിക്കുന്നതായ അനുഭൂതി വിശേഷത്തെ സ്വയം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗുരുശിഷ്യഭാവങ്ങൾ നാരദനും പ്രിയവ്രതനും. ബ്രഹ്മാവിൽ നിന്ന് സ്ത്രീ പുരുഷ ഭാവത്തിൽ സ്വയംഭൂമനുവും ശതരൂപയും ഉണ്ടായിക്കഴിഞ്ഞ ബ്രഹ്മാവ് അവർക്ക് കൊടുത്ത നിർദ്ദേശം എന്താ? ഞാനിവിടെ സൃഷ്ടിയെ നടത്തിയിരിക്കുന്നു, ഈ സൃഷ്ടിജാലങ്ങളെ നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊള്ളുക. ആ സൃഷ്ടിജാലങ്ങളുടെ വർധനയ്ക്ക് വേണ്ടിയാണ് പിന്നീട് സ്വയംഭൂമനുവിൻ്റെ പ്രാർത്ഥനയാൽ ബ്രഹ്മാവിൻ്റെ നാസാഗ്രത്തിൽ നിന്ന് ആ ഗന്ധഗുണത്തോടു കൂടിയതായ ഭൂമിയെ കണ്ടെത്തി ഈ പ്രപഞ്ച വിസ്താരത്തിന് സ്വയംഭൂമനുവിന് വേണ്ടതായ സഹായത്തെ ചെയ്യാൻ വേണ്ടി സാക്ഷാൽ വരാഹമൂർത്തി അവതാരം കൈക്കൊണ്ടത്. അങ്ങനെയുള്ള സ്വയംഭൂമനുവിൻ്റെ പുത്രനായിരിക്കുന്ന ഉത്താനപാദൻ തൻ്റെ ധർമ്മകർമ്മങ്ങളെ ചെയ്ത ചരിത്രങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. പ്രിയവ്രതൻ എങ്ങനെയാണ് ഈ അച്ഛൻ്റെ നിർദ്ദേശത്തെ, താത നിർദ്ദേശത്തെ അനുഷ്ഠിച്ചത് എന്ന് വർണ്ണിക്കാൻ പോകുന്നു. ആദ്യം കാണുന്നത് സൃഷ്ടി മുതലായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും, ലൗകികമായി ആയിരിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അന്തർമുഖനായിക്കൊണ്ട് ഭഗവത് പരിചര്യയാകുന്നതായ ശാശ്വത സുഖത്തെ അനുഭവിച്ചുകൊണ്ട് വർത്തിക്കുന്ന പ്രിയവ്രതനെയാണ്. ഈ സമയത്ത് പ്രിയവ്രതനെ സ്വധർമ്മങ്ങളെക്കുറിച്ചും സ്വകർമ്മത്തെക്കുറിച്ചും ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടി സാക്ഷാൽ ബ്രഹ്മദേവൻ അവിടേക്ക് വന്നു ചേർന്നു. ബ്രഹ്മാവ് പ്രിയവ്രതനെ ഉപദേശിക്കുകയാണ്. ബ്രഹ്മാവിൻ്റെ ആവശ്യമെന്താ? പ്രിയവ്രതൻ ഗൃഹസ്ഥം സ്വീകരിച്ച് തൻ്റെ സൃഷ്ടിജാലങ്ങളുടെ പരിവർത്തനയ്ക്ക് ഉതകുന്ന തരത്തിലുള്ളതായ കർമ്മമാർഗത്തിലൂടെ സഞ്ചരിക്കണം. അതിനുവേണ്ടി ഉപദേശിക്കുന്നു. ആ ശ്ലോകങ്ങളിൽ 1-2 ഞാൻ വായിക്കാം. എന്നിട്ട് നമുക്കതിനെക്കുറിച്ച് ഒന്ന് മനനം ചെയ്യാം. ശ്രീ ഭഗവാനുവാച നിബോധ താതേദമൃതം ബ്രവീമി മാസൂയിതും ദേവമർഹസ്യ പ്രമേയം വയം ഭവസ്തേ തതയേഷ മഹർഷി വഹാമ സർവേ വിവശായസ്യ ദിഷ്ടം ന തസ്യ കശ്ചിത് തപസാ വിദ്യയാ വാ ന യോഗവീര്യേണ മനീഷയാ വാ നൈവാർത്ഥധർമ്മൈ പരതസ്വതോ വാ കൃതം വിഹന്തും തനു ഭൃത് വിഭൂയാത്. ദാനം, തപസ്, യജ്ഞം, യോഗം മുതലായിരിക്കുന്ന ഒരു കാര്യങ്ങളെക്കൊണ്ടും, അല്ലയോ പ്രിയപ്പെട്ട പുത്ര, പ്രിയവ്രത, ഭൂമിയിൽ മനുഷ്യർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഈശ്വരേച്ഛയെ തകിടം മറിക്കാൻ സാധിക്കുകയില്ല. നീ ഇവിടെ ജനിച്ചിരിക്കുന്നത് എന്തിനാണ്? അത് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഈശ്വരേച്ഛയെ മറികടക്കാൻ നാം ഭൂമിയിൽ ഏത് തരത്തിലുള്ളതായ ഉപാസനകളെ സ്വീകരിച്ചത് കൊണ്ടും പ്രയോജനമില്ല. ഈശ്വരേച്ഛ അത് വേണ്ടതുപോലെ നിറവേറ്റപ്പെടണം. ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ഞാനും നിങ്ങളും ഇവിടെ ജനിച്ചു. എന്തിനാണ് ഞാനിവിടെ ജനിച്ചിരിക്കുന്നതെന്ന് എൻ്റെ അച്ഛനോടോ അമ്മയോടോ ചോദിച്ചാൽ എനിക്കുത്തരം കിട്ടില്ല. കിട്ടുമോ? ഗുരുവിനോട് ചോദിച്ചാൽ ഒരു പക്ഷേ പകുതി ഉത്തരം കിട്ടിയേക്കാം. ഈ പ്രപഞ്ചത്തിലെ എത്ര മഹത് പണ്ഡിതന്മാരോട് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം കിട്ടില്ല. വിടർന്ന് പന്തലിച്ച് നിൽക്കുന്നതായ ഒരു മാവ് കണ്ടു. ഈ മാവ് എവിടെ നിന്നുണ്ടായി, എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം മാവിന് പറഞ്ഞു തരാൻ കഴിയില്ല. പക്ഷേ ഒരു മാമ്പഴത്തിന് പറഞ്ഞു തരാൻ കഴിയും, ഇല്ലേ? ആ മാമ്പഴത്തിൻ്റെ ഉള്ളിലുള്ള വിത്തിലാണ് അതിൻ്റെ ഉത്തരം കിടക്കുന്നത്. മാവുണ്ടായതിനെ കുറിച്ചുള്ളതായ ഉത്തരം തേടി പ്ലാവിലുണ്ടാകുന്ന ചക്കയിൽ പരതിയിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ
മാവിൻ്റെ ഉത്തരം മാവിലാണ് എന്ന് പറയുന്നത് പോലെ നാം ഓരോരുത്തരും ഉണ്ടായതിൻ്റെ കാരണമാകുന്നതായ ഉത്തരം കിടക്കുന്നത് നമ്മളിൽ തന്നെയാണ്. ഞാനും നിങ്ങളും ഈ പ്രപഞ്ചത്തിൽ ജനിച്ചത് എന്തിനാണ് എന്ന ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ആ ചോദ്യം ആവർത്തിക്കലാണ് ധ്യാന, യോഗ, യജ്ഞാദികളിലൂടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തിരിച്ചറിവില്ലാതെ അത് ചെയ്യുമ്പോഴാണ് അതിൽ നമുക്ക് ബന്ധമുണ്ടാവുന്നത്. ബ്രഹ്മദേവൻ ഇത്രയും വിശദീകരിക്കേണ്ട കാര്യമില്ല പ്രിയവ്രതനോട്. അതുകൊണ്ട് തന്നെ വളരെ ലളിതമായി പറഞ്ഞു, അല്ലയോ പ്രിയവ്രത, നീ അനുഷ്ഠിക്കേണ്ടത് ഇപ്പോൾ ഗാർഹസ്ഥ്യമാണ്. പ്രപഞ്ചത്തിൽ നിനക്ക് ചെയ്യേണ്ടതായ ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മങ്ങളിൽ നീ വ്യാപൃതനാവുക. അതിനാണ് നീ ജനിച്ചിരിക്കുന്നത്. ശരീരപരിഗ്രഹം എന്തിനാണ്? ഭവായ നാശായ ച കർമ്മ കർത്തും ശോകായ മോഹായ സദാഭയായ സുഖായ ദുഃഖായ ച ദേഹയോഗമവ്യക്തദിഷ്ടം ജനതാംഗധത്തേ. ശരീരം ഇവിടെ തന്നിട്ടുണ്ട്. ജീവൻ ശരീരത്തെ പ്രാപിച്ചിട്ടുണ്ട്. ആ ശരീരത്തെ പ്രാപിച്ച് ശരീരത്തെ കൊണ്ട് എന്തെങ്കിലും ഭക്ഷണം വേണ്ടേ? ഒരു കയറിൽ കെട്ടിയിട്ടിരിക്കുന്ന നാൽക്കാലിയെപ്പോലെ പരമ്പൊരുളായിരിക്കുന്നതായ ആ ബ്രഹ്മതത്വം ഈ പ്രപഞ്ചത്തിൽ ജീവനെ ഇങ്ങനെ നടത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കയറേതാ? ഗുണങ്ങളാകുന്നതായ കയറാണ്. ആ ഗുണങ്ങളാകുന്ന കയറ് കൊണ്ട് ജീവനെ ഇങ്ങനെ നാൽക്കാലിയെപ്പോലെ നടത്തിച്ചു കൊണ്ടിരിക്കുന്നതായ ആ പരംപുരുഷൻ ഈ ശരീരത്തിന് തീറ്റ കൊടുക്കുന്നുണ്ട്. എന്താ തീറ്റ? സുഖം, ദുഃഖം, മോഹം, ഭയം എന്നിങ്ങനെയുള്ളതായ തീറ്റ കൊടുത്തിട്ടാണ് ഈ ശരീരമാകുന്ന നാൽക്കാലിയെ നടത്തിച്ചു കൊണ്ടിരിക്കുന്നത്. യത്വാചിതന്ത്യാം ഗുണകർമ്മദാമഭി സുദുസ്തരൈർവത്സവയം സുയോജിത സർവേ വഹാമോ ബലിമീശ്വരായ പ്രോതാ നസീവത് വിപതേ ചതുഷ്പദ. ആർക്കും ആ കയറ് പൊട്ടിച്ചോടാൻ പറ്റില്ല. നായയെ തുടലിൽ കെട്ടി കൊണ്ടു നടക്കുന്നതായ ഒരുവന് നായയെ കൊണ്ട് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പൂർത്തീകരിക്കണ്ടേ? അത്രയേ ഉള്ളൂ. ഇവിടെ തുടലിനെ ഗുണമായും ഒരു തുടലായും, ഗുണങ്ങളെ തുടലായും ശരീരത്തെ നാൽക്കാലിയായും പറഞ്ഞിരിക്കുന്നതിന് കാരണമെന്താ? ഗുണങ്ങൾക്കും ഇന്ദ്രിയ സുഖങ്ങൾക്കും മനുഷ്യ ശരീരത്തിനും അത്രയേ വില കൽപ്പിക്കേണ്ട കാര്യമുള്ളൂ എന്ന് ബോധിപ്പിക്കാനാണ്. അല്ലെങ്കിൽ മനോഹരമായ ഉദാഹരണങ്ങളാക്കാമായിരുന്നു, അല്ലേ? വ്യാസൻ ക്രാന്തദർശിയായൊരു കവിയാണ്. അനുനിമിഷം നമ്മൾ ഉരുവിട്ടുകൊണ്ട് വേണം ഭാഗവതത്തിലെ ഓരോ ശ്ലോകങ്ങളും വായിക്കാൻ. ഈശാഭിസൃഷ്ടം ഹ്യവരുത്മം ഹേംഗ ദുഃഖം സുഖം വാ ഗുണകർമ്മസംഗാത് ആസ്ഥായ തത്തദ്യദയുക്തനാഥശ്ചക്ഷുഷ്മതാന്ത ഇവ നീയമാന. മറ്റൊരു ഉദാഹരണം കൂടി. എങ്ങനെയാ ഭഗവാൻ ഈ നടത്തിക്കണത്? കണ്ണ് കാണാത്ത ആൾക്കാരെ കണ്ണ് കാണുന്ന ഒരാൾ നടത്തിച്ചു കൊണ്ടുപോകുന്ന പോലെ. കണ്ണ് കാണാത്ത ആൾക്കാർക്ക് ശബ്ദമാണ് അവർക്ക് കേൾക്കാനുള്ളൂ, അല്ലേ? കണ്ണ് കാണുന്നവൻ എന്തു പറയുന്നു അതാണ്. ദാ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പുൽത്തകിടിയാണ്, നടന്നോളൂ എന്ന് പറഞ്ഞാൽ നടക്കും. കാലുമ മുള്ളു കൊണ്ടാലും വിചാരിക്കും പുൽത്തകിടിയാണെങ്കിൽ പുല്ല് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാലിനെ വേദനിപ്പിക്കുന്നതാണ് എന്ന് ധരിക്കും. അത്രയല്ലേ ഉള്ളൂ. അതിൽ കൂടുതൽ എന്തെങ്കിലും തിരിച്ചറിവ് കണ്ണ് കാണാത്തനുണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പൊ കണ്ണ് കാണുന്നവൻ പറയുന്നതാണ് കണ്ണ് കാണാത്തവർക്ക് മാർഗം എന്ന് പറയുന്നത് പോലെ ഈശ്വരൻ നമ്മെ നടത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈശ്വരൻ നടത്തിച്ചു കൊണ്ടിരിക്കുന്ന വഴിയെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ നമുക്ക് അധികാരമില്ല, ജ്ഞാനമില്ല. ആ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളണം. ഭയം പ്രമത്തസ്യ വനേഷ്വപി സ്യാത് യതസ്സ ആസ്തേ സഹഷട്സപത്ന ജിതേന്ദ്രിയസ്യാത്മരതേർബുധസ്യ ഗൃഹാശ്രമ കിം നു കരോത്യവദ്യം. ഈ ജ്ഞാനം ഉള്ളിലുണ്ടായാലോ, ഈശ്വരനെ നീ വേണ്ടതുപോലെ ഉള്ളിൽ നിറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ഭക്തി
ആത്മാർത്ഥമാണെങ്കിൽ, കുറച്ചുകൂടി ലളിതമായി പറയാം, നിങ്ങളുടെയൊക്കെ ഭക്തി ആത്മാർത്ഥമാണെങ്കിൽ പിന്നെ ഗൃഹസ്ഥം നിങ്ങളെ എങ്ങനെ ചതിക്കൂ? ഇല്ലല്ലോ. ഗൃഹസ്ഥം ഈശ്വരൻ പറഞ്ഞ ധർമ്മമല്ലേ. യഷട്സപത്നാത് വിജിഗീഷമാണോ ഗൃഹേഷു നിർവിശ്യയതേത പൂർവം അത്യേതി ദുർഗാശ്രിത ഊർജിതാരിൻ ക്ഷീണേഷു കാമം വിചരേത് വിപശ്ചിൽ ത്വം ത്വബ്ജനാഭാഘ്രി സരോജകോശ ദുർഗാശ്രിത. നീ ആരാ? അബ്ജനാഭാഘ്രി സരോജകോശ ദുർഗാശ്രിത. അബ്ജനാഭൻ സാക്ഷാൽ ആ പത്മനാഭന്റെ പാദമാകുന്നതായ താമരയിതളുകൾക്കുള്ളിൽ ആ സരോജത്തിൻ്റെ അകത്തളത്തിലുള്ളതായ രേണുക്കൾ എത്രത്തോളം സുരക്ഷിതമാണോ അതേപോലെ നിന്റെ മനസ്സിപ്പോഴെവിടെയാ? ആ വിഷ്ണുവിൻ്റെ പാതാരവിന്ദങ്ങളാകുന്ന പത്മത്തിൻ്റെ ഉള്ളിൽ ഏകാഗ്രമായിരിക്കുകയാണ്. അങ്ങനെ അതിൽ തന്നെ ശ്രദ്ധാലുവായിരിക്കുന്ന നിനക്ക് എവിടെ നിന്ന് അപകടം സംഭവിക്കാനാണ്? എന്തുകൊണ്ടുള്ള അപകടം? ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള അപകടം. ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണ് അപകടമാവുന്നത്? ഈ പ്രപഞ്ചത്തിൽ 2 തരത്തിലുള്ളതായ അവസ്ഥയേ ഉള്ളൂ. ഒന്ന് ദൃശ്യം, മറ്റൊന്ന് ദൃക്ക്. ദൃക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കാണുന്നവൻ. ആരാ കാണുന്നത്? ദൃശ്യമോ? കാണപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ച് എന്താ ദൃശ്യം? നമുക്ക് ചുറ്റുമുള്ളതെല്ലാം ദൃശ്യം എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, മൂക്കുകൊണ്ട് മണക്കുന്നത്, നാക്കുകൊണ്ട് രുചിക്കുന്നത്, ത്വക്കുകൊണ്ട് സ്പർശിക്കുന്നത്, ഇവയൊക്കെ നമുക്ക് ദൃശ്യം. ഇതല്ലാതെ ഈ പ്രപഞ്ചത്തിൽ വല്ലതും ഉണ്ടോ നമ്മളെ സംബന്ധിച്ച്? ഇല്ല. ഇന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നത് എന്തൊക്കെയോ അത് ദൃശ്യം. അപ്പൊ ഇന്ദ്രിയമോ? ദൃക്കാവണ്ടേ? വേണ്ടേ? ദൃക്ക് എന്ന് പറഞ്ഞാൽ കാണുന്നവൻ. ഇന്ദ്രിയമാണ് കാണുന്നത്. അപ്പോൾ പിന്നെ ഇന്ദ്രിയങ്ങൾ ഈശ്വരന്മാരാവണ്ടേ? വേണ്ടേ? എന്താ ഒന്നും മിണ്ടാത്തെ? വേണം. ഇന്ദ്രിയങ്ങളെ നമുക്ക് ഈശ്വരന്മാരായി കൽപ്പിക്കാൻ പറ്റുമോ? കാരണം ഇന്ദ്രിയങ്ങൾ കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക എന്നൊക്കെ പറയുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ കാണുന്നത്, കേൾക്കുന്നത് എന്നിവയൊക്കെ എന്തൊക്കെ തരത്തിലുള്ള അവസ്ഥകളാണോ അതുകൾക്കനുസരിച്ച് ഇന്ദ്രിയങ്ങൾക്ക് പരിണാമങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്. ഈശ്വരൻ വികാരമുള്ളവനാണോ? അല്ല, വികാരരഹിതനാണ്. അപ്പോൾ പിന്നെ ഇന്ദ്രിയങ്ങളെ നമുക്ക് ദൃക്കെന്ന് പറയാൻ പറ്റില്ല. ദൃശ്യങ്ങളെ ഉൾക്കൊള്ളുന്ന സമയത്തത് ദൃക്ക്. ദൃക്കിനെ പോലെ അഭിനയിക്കുന്ന കപടവേഷക്കാരനാണ് ഇന്ദ്രിയം. ആട്ടിൻ തോലിട്ട ചെന്നായ, 5 ചെന്നായ്ക്കളെ നമ്മൾ തന്നെ വളർത്തി വെച്ചിട്ടുണ്ട്. കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക്, ചെവി. ചെന്നായ്ക്കൾക്ക് വിശപ്പ്, ദാഹം എന്നിവയൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തിയുമില്ല. ആ ചെന്നായ്ക്കളാകുന്നതായി ഇന്ദ്രിയങ്ങള് വരുന്ന യാതൊരു വിഷയസുഖങ്ങളുണ്ടോ അതിനെയൊക്കെ ഇന്ദ്രിയങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് അത് അനുഭവിക്കുക എന്നൊരവസ്ഥ ഉണ്ടാകുന്നത് എന്തുമൂലമാണ്? മനസ്സ് മൂലമാണ്, അല്ലേ? മനസ്സില്ലെങ്കിൽ ഇന്ദ്രിയസുഖം അറിയാൻ പറ്റുമോ? അപ്പം ഇന്ദ്രിയങ്ങളെ കാണുന്നതാരാ? മനസ്സാണ്. അപ്പം മനസ്സാരാ? ദൃക്കാണ്. ഇന്ദ്രിയങ്ങളോ? ദൃശ്യമാണ്. മനസ്സിനെ സംബന്ധിച്ച് ഇന്ദ്രിയങ്ങൾ ദൃശ്യമാണ്. മനസ്സ് ഇന്ദ്രിയങ്ങളെ കാണുന്നു. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ അനുഭവിക്കുന്നത് സുഖം, ദുഃഖം എന്ന രീതിയിൽ വേർതിരിച്ച് കൊടുക്കുന്നു. പക്ഷേ മനസ്സ് ദൃക്കാണെങ്കിൽ മനസ്സിനുമുണ്ട് കുഴപ്പം, അല്ലേ? എന്താ കുഴപ്പം? മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേശ്യ ഒരുവനെ ഭർത്താവായി സ്വീകരിക്കുന്നത് പോലെയാണ്. അത്തരത്തിലുള്ള ഒരു മനസ്സിനെ ബുദ്ധിമാന്മാർ ഒരിക്കലും കൂട്ടുപിടിക്കുകയില്ല. കാരണം മനസ്സ് ദൃശ്യമാവുന്നു. എന്തുകൊണ്ട്? ബുദ്ധി മനസ്സിനെ കാണുന്നുണ്ട്. ബുദ്ധി മനസ്സിനെ കാണുന്നു എന്നുള്ളൊരൊറ്റ കാരണത്താൽ മനസ്സ് ദൃശ്യം, ബുദ്ധി ദൃക്കാണ്. പക്ഷേ ബുദ്ധി ദൃക്കായിരിക്കുമ്പോഴും ബുദ്ധിയെ കാണുന്ന വേറൊരാൾ ഉണ്ട്. അതാരാ? ആത്മാവ്.
ആത്മാവിനെ കാണുന്നതാരാ? ആത്മാവ് മാത്രം. അപ്പോൾ യഥാർത്ഥത്തിൽ ദൃക്ക് ആത്മാവ് മാത്രമാണ്. ആ ദൃക്കാണ് ബുദ്ധിയെ കാണുന്നത്. ബുദ്ധി മനസ്സിനെ കാണുന്നു, മനസ്സ് ഇന്ദ്രിയങ്ങളെ കാണുന്നു, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ കാണുന്നു, വിഷയങ്ങളെ സംബന്ധിച്ച് ഇന്ദ്രിയങ്ങൾ ദൈവങ്ങൾ, ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ച് മനസ്സ് ദൈവം, മനസ്സിനെ സംബന്ധിച്ച് ബുദ്ധി ദൈവം, ബുദ്ധിയെ സംബന്ധിച്ച് ഒരൊറ്റ ഈശ്വരനേ ഉള്ളൂ, അത് ആത്മാവാണ്. ആത്മാവിനോ? ആത്മാവ് മാത്രം. ആത്മാവിനെ ആത്മാവ് കൊണ്ട് മാത്രമേ അറിയാൻ കഴിയൂ. ഈ അവസ്ഥയെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ഹേ പ്രിയവ്രത നീ. പിന്നെ എന്തിന് ഗൃഹസ്ഥത്തെ പേടിക്കണം? ശരീരം എന്താണ്? ഇത്തരത്തിലുള്ളതായ ഈ വിവേകബുദ്ധി ഉറച്ചവരെ സംബന്ധിച്ചിടത്തോളം ശരീരം ഒരിക്കലും ഒരു ചതിയനല്ല. ശരീരത്തെ എന്ത് വേണം? ഇത്തരത്തിലുള്ള ഭാവത്തിലൂടെ ഉപയോഗിക്കണം. കാരണം ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിണാമഘട്ടങ്ങളിലൂടെ കടത്തിവിടുന്നത് ഇത്തരത്തിലുള്ളതായ ധർമ്മങ്ങളിലൂടെ ലോകത്തെ നയിക്കാനാണ്. പ്രപഞ്ചത്തെ മുഴുവൻ ഈശ്വരധർമ്മത്തിൽ മനുഷ്യൻ എന്നൊരവസ്ഥയില്ല. സർവജീവജാലങ്ങളും ഈശ്വരനെ സംബന്ധിച്ച് പ്രജകളാണ്. ഒരേ ഒരു ശാസിതാവേയുള്ളൂ, ഒരേ ഒരു ശാസ്താവേയുള്ളൂ. അതുകൊണ്ടല്ലയോ പ്രിയവ്രത നീ നിന്റെ ധർമ്മത്തെ അനുഷ്ഠിക്കൂ. ഇത്രയും പറഞ്ഞ് ബ്രഹ്മാവ് അനുഗ്രഹിച്ചു, യാത്രയായി. ഇനി പ്രിയവ്രതൻ ഒന്നും നോക്കാനില്ല. കാരണം എല്ലാം ഉൾക്കൊണ്ട് കഴിഞ്ഞു. അവനവനിൽ അവനവനെ തന്നെ കണ്ടെത്തി. കാരണത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ കാര്യം എങ്ങനെയുള്ളതാണ്? യാതൊന്നാണോ കാര്യം നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി തന്നിൽ വർത്തിക്കുന്നത് അത് ആയുസ്സാണ്. ആ ആയുസ് പൂർത്തീകരിക്കപ്പെടുന്നത് വരെ ഈശ്വരൻ തന്നിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തോ അത് പൂർത്തീകരിക്കണം. ആകെ കൂടി പ്രാർത്ഥിക്കാൻ ഇത്രയേ ഉള്ളൂ നമുക്ക്. എന്താ അത്? അല്ലയോ ഭഗവാനെ, ഞാനിവിടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവസ്വരൂപമായി ഏതൊരു ശരീരത്തെ പ്രാപിച്ചു തുടങ്ങിയോ ആ നിമിഷം മുതൽ ഇനി ഈ ശരീരത്തിൽ നിന്ന് ഞാൻ വേർപെടുന്ന നിമിഷം വരെ എന്തൊക്കെ ചെയ്യണമെന്ന് അങ്ങ് ആഗ്രഹിച്ചുവോ അതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണേ. അല്ലാതെ കള്ളന്മാരായ ഇന്ദ്രിയങ്ങൾ ആഗ്രഹിക്കുന്നതോ മനസ്സാഗ്രഹിക്കുന്നതോ ബുദ്ധി ആഗ്രഹിക്കുന്നതോ ആയ കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുക. അതാണിവിടെ ബ്രഹ്മോപദേശത്തിൻ്റെ സത്ത. ഇത് നമുക്ക് ആവശ്യമുള്ളതാണോ? ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ മനുഷ്യർക്ക്, നാളത്തെ നമ്മുടെയൊക്കെ കുട്ടികൾക്ക്, അവരുടെ കുട്ടികൾക്ക്, വരും ലോകത്തിന്, ഇന്ത്യക്കാരനായാലും അമേരിക്കക്കാരനായാലും ഇംഗ്ലീഷുകാരനായാലും ഏതൊക്കെ ദേശദേശാന്തരങ്ങളിൽ പെടുന്നവരായാലും ആവശ്യമുള്ളതാണോ? അപ്പൊ സ്ഥാനത്തിൻ്റെ ഉദ്ദേശം എന്താ? ചുറ്റും നോക്കുക, ഒപ്പം ഉള്ളിൽ നോക്കുക. പഠിപ്പിക്കുകയാണ്. എന്തിനാ പഠിപ്പിക്കുന്നത്? ധ്യാനം, യോഗം. ഈശ്വരൻ്റെ 3 ഗുണങ്ങൾ പ്രധാനം. ആ ഈശ്വരീയമായിരിക്കുന്ന ഗുണങ്ങൾ ഭക്തി, യോഗ, ജ്ഞാനങ്ങളാണ്. അതിലാദ്യം നമ്മെ പഠിപ്പിച്ചു ഭക്തി. ഏതിലൂടെ? പ്രിയവ്രതന്റെ ചരിതത്തിലൂടെ. ഭക്തിഭാവം എങ്ങനെയാണ് ദുഃഖത്തെ ഇല്ലാതാക്കുക? ശരീരപരിഗ്രഹം എന്ന ക്ലേശത്തെ ഇല്ലാതാക്കി തീർക്കാൻ ഭക്തിയെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ബ്രഹ്മാവിൻ്റെ ഈ ഉപദേശത്തിലൂടെ പ്രിയവ്രത ചരിതം പറഞ്ഞ് നമ്മെ അങ്ങോട്ട് ബോധ്യപ്പെടുത്തി. പിന്നെ കാണുന്നത് എന്താ? പ്രിയവ്രതൻ ലോകത്തെ പരിരക്ഷിക്കാൻ ആരംഭിച്ചു. ലോകത്തെയാണ്, ഒരു രാജ്യത്തെയല്ല. അതിർത്തികൾ മുഴുവൻ വർദ്ധിപ്പിച്ച് വെട്ടിപ്പിടിച്ച് തൊട്ടടുത്തടുത്ത പ്രദേശങ്ങളെ കീഴടക്കിയ ഒരു മഹാനായ ചക്രവർത്തിയുടെ ചരിതമല്ല പ്രിയവ്രത ചരിതത്തിലൂടെ പറയുന്നത്. ഈശ്വരീയമായിരിക്കുന്ന അനുശാസനത്തെ ലോകത്ത് നിറവേറ്റിയ ആ സ്വയംഭൂമനുപുത്രന്റെ കഥയായിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള പ്രിയവ്രതൻ ലോകത്തെ ഭരിക്കാൻ ആരംഭിച്ചു. പ്രിയവ്രത നീതി ലോകത്തെ രക്ഷിക്കലാണ്, പരിരക്ഷിക്കലാണ്. ആ രക്ഷിക്കുക എന്ന ചുമതലയാണ് പ്രിയവ്രതനെ ഏൽപ്പിച്ചത്. അദ്ദേഹം ഭൂലോകത്തെ പ്രദക്ഷിണം ചെയ്തു. സൂര്യരഥത്തെക്കാൾ തേജസ്സുള്ളതായ രഥത്തിൽ ഭൂമിയെ ഭ്രമണം ചെയ്തു പോയതായ പ്രിയവ്രതൻ കാലങ്ങളോളം ഭ്രമണം ചെയ്ത സമയത്തൊരിക്കൽ
ദേശദേശാന്തരങ്ങളിലൂടെ ലോകലോകാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൂര്യനെപ്പോലെ തന്നെ പ്രകാശം കൊടുക്കുന്ന, സൂര്യനിലൂടെ പ്രകാശം സ്വീകരിച്ച് ലോകത്തെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ എന്ന മറ്റൊരു ഗ്രഹം ഉണ്ട് എന്ന് കണ്ടെത്തിയോടുകൂടി അദ്ദേഹം തൻ്റെ പരിഭ്രമണം നിർത്തി. അപ്പൊ ഭൂമിയുടെ ഗോളാവസ്ഥയെ കണ്ടു എന്ന് മനസ്സിലാക്കണം, അതിനെ അറിഞ്ഞു എന്ന് മനസ്സിലാക്കണം. ഭൂമിയുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കി, എവിടെയൊക്കെ ദേശങ്ങൾ ഏതൊക്കെ സ്വഭാവത്തോടു കൂടിയത് ഉണ്ട് എന്ന് മനസ്സിലാക്കി. അത് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഭൂപ്രദേശങ്ങളെ 7ആയി വിഭജിച്ചു, സപ്തദ്വീപങ്ങളായിട്ട് അങ്ങനെ വിഭജിച്ചു. അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായി. ആഗ്നീധ്രൻ, യുത്മജിഹ്വൻ, യജ്ഞബാഹു, മഹാവീരൻ, ഹിരണ്യരേതസ്, ഘൃതപൃഷ്ഠൻ, സവനൻ, മേധാതിഥി, വീതിഹോത്രൻ, കവി എന്നിങ്ങനെ 10 പുത്രന്മാര്. ആ 10 പുത്രന്മാരിൽ 3 പേര് കവി, സവനൻ, മഹാവീരൻ, 3 പേര് ജ്ഞാനമാർഗത്തെ സ്വീകരിച്ചു പോയി. ബാക്കി 7 പേർക്കായി ഈ ദ്വീപുകളെ 7ആയി വിഭജിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ഊർജസ്വത എന്ന പേരുള്ളൊരു പുത്രിയും ഉണ്ടായി. ഈ പുത്രിയെ വിവാഹം ചെയ്തത് ഭൃഗുപുത്രനായിരിക്കുന്ന ശുക്രമഹർഷിയാണ്. ശുക്രമഹർഷിക്ക് ഈ ഊർജസ്വതയിൽ ഒരു പുത്രി ജനിച്ചു. അവരുടെ പേരാണ് ദേവയാനി. ഇത്രയും പറഞ്ഞിട്ട് ആ അധ്യായം അവസാനിപ്പിക്കുന്നത്. എന്തിനാ ഇത്രയും പറഞ്ഞത്? ദേവയാനി എന്ന ഒരു കഥാപാത്രത്തിൻ്റെ സൂചന അവിടെ കൊടുത്തത് ഭാഗവതം കൃഷ്ണ നിഷ്ഠമാണ് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇനി കൃഷ്ണൻ ജനിക്കാൻ പോകുന്നത് ദേവയാനിയുടെ ആ വംശത്തിലാണ്. ഏത് അധ്യായങ്ങൾ എടുത്താലും നിങ്ങൾ നോക്കിക്കോളൂ, ഭഗവാൻ ജനിക്കാൻ പോകുന്ന ആ ചന്ദ്രവംശത്തെക്കുറിച്ചോ യദുവംശത്തെക്കുറിച്ചോ ഭഗവത് കർമ്മങ്ങളെക്കുറിച്ചോ നമ്മളെ അനുനിമിഷം ദ്യോതിപ്പിച്ചുകൊണ്ടാണ് ഭാഗവതം കടന്നു പോകുന്നത്. പ്രിയവ്രതന്റെ പുത്രനായിരിക്കുന്ന ആഗ്നീധ്രന്റെ ചരിത്രം വളരെ വേഗത്തിൽ പറഞ്ഞു. ആഗ്നീധ്രനും സർവസംഗ പരിത്യാഗിയായി തന്നെ ജീവിതത്തെ ആത്മാനുഭവത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ച് തപസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അവിടെ വെച്ച് ഒരു അപ്സര സ്ത്രീയെ കണ്ടു, ഉള്ളിൽ മോഹമുണർന്നു. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കാക്ക, പൂച്ച, നായ, പുലി, സിംഹം, കടുവ മുതലായിരിക്കുന്ന ജീവികളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അതുപോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഒരവസ്ഥ ആലോചിച്ചു നോക്കണം, അല്ലേ? വെറും മൃഗമാണ് മനുഷ്യൻ. മനുഷ്യൻ ഇപ്പോൾ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയായി സ്വയം സ്വീകരിച്ചിരിക്കുന്ന സംസ്കാരം, സാമൂഹിക വ്യവസ്ഥ, പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങൽ, ആദരവുകൾ, വിനയം, സത്യം, അസ്തേയം, അഹിംസ മുതലായിരിക്കുന്നതായ മനുഷ്യന്റെ ദർശനങ്ങൾ, ഇവയിലേക്കൊക്കെ എത്തിപ്പെട്ട് ഇന്ന് നാം നിൽക്കുന്ന അഭിമാന പുരസ്സരം നമുക്ക് ഈശ്വരനോട് പറയാം, നമ്മൾ ഏറ്റവും ഉദാത്തമായിരിക്കുന്ന ഈശ്വരീയ ലക്ഷ്യത്തിൻ്റെ ആ മാർഗത്തിലൂടെ തന്നെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മാർഗത്തിനിടയിൽ മനുഷ്യൻ എപ്പോഴാണ് മൃഗമാവുന്നത്? ആകെ കൂടി ഈ ലോകത്തിൽ എത്ര മനുഷ്യരുണ്ട് അവരെയൊക്കെ എടുത്താൽ എല്ലാ മനുഷ്യരും നല്ലവരാണ്. നമുക്ക് നന്മയും തിന്മയും എന്ന് പറഞ്ഞ 2 ഭാവങ്ങളുണ്ട്, അല്ലേ? യഥാർത്ഥത്തിൽ നന്മ മാത്രമേ ഉള്ളൂ എന്നാണ് ഭാഗവതം സൂചിപ്പിക്കുന്നത്. തിന്മയുണ്ടോ? തിന്മയില്ല. നന്മയുടെ കുറവ് വരുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? തിന്മ എന്ന് വിളിക്കുന്നു. അതെപ്പോഴാണ് ഉണ്ടാവുന്നത്? വളരെ ലളിതമായ 4 കാര്യങ്ങളാണ് മനുഷ്യനെ മൃഗമാക്കുന്നത്. ഒന്ന് വിശപ്പ്, മറ്റൊന്ന് ദാഹം, പിന്നെയൊന്ന് മൈഥുനം, 4മത്തേത് ഉറക്കം. ഈ 4 കാര്യങ്ങളെ അവലംബിച്ചുകൊണ്ടാണ് മനുഷ്യൻ
മൃഗമായിത്തീരുന്നത് ഹിംസ, അസത്യം, സ്തേയം മുതലായിരിക്കുന്നതായ ദുർമാർഗങ്ങളിലേക്ക് മനുഷ്യൻ ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭാഗവതം തുടക്കം തന്നെ പറഞ്ഞു, ദാഹം കൊണ്ടാണ് ഇത്രയും ബുദ്ധിമാനായ പരീക്ഷിത്ത് പോലും ഒരു നിമിഷ നേരത്തേക്ക് നിയന്ത്രണം വിട്ടുപോയത്. വിശപ്പ്, ദാഹം, മൈഥുനം, ഉറക്കം, 4 കാര്യങ്ങൾ. ഇതെല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. മനുഷ്യൻ ഇതിനെ നിയന്ത്രിക്കാൻ പഠിച്ചു. ഈ നിയന്ത്രണം എപ്പോഴാണോ ഇല്ലാതാവുന്നത്, അപ്പോൾ ആ നിമിഷത്തിൽ മനുഷ്യൻ വെറും മൃഗമായി തീരുന്നു. ഈ നിയന്ത്രണങ്ങളിലൂടെ, ശകാരനീതിയിലൂടെ നമ്മളെ കൊണ്ടുപോകാൻ ഈശ്വരൻ തന്നെ സ്വയം അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ആഗ്നീധ്രൻ പൂർവചിത്തി എന്ന അപ്സര സ്ത്രീയെ കണ്ട് ആ അപ്സരസിനോടൊപ്പം ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിച്ച് ജീവിതം നയിച്ചു. അദ്ദേഹത്തിന് 9 പുത്രന്മാരുണ്ടായി. അതിൽ മൂത്തവൻ നാഭി. മേരുദേവിയെ വിവാഹം കഴിച്ചു. പർവ്വതപുത്രിയാണ് മേരുദേവി. അങ്ങനെ ഒരു പുത്രനുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് യജ്ഞം ചെയ്തു. ആ മഹായജ്ഞത്തിൽ സാക്ഷാൽ ഭഗവാൻ, ചതുർബാഹുവായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നാഭി പറഞ്ഞത്, അല്ലയോ ഭഗവാനെ, എനിക്ക് ഭഗവത് തുല്യനായ ഒരു പുത്രൻ വേണം എന്നാണ്. ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഭഗവത് തുല്യനായ പുത്രനോ? എനിക്ക് സമൻ ഞാൻ മാത്രമാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ നിങ്ങളുടെ പുത്രനായിട്ട് ജനിക്കാം. അങ്ങനെ നാഭിയിലൂടെ, മേരുദേവിയിലൂടെ ഭഗവത് അവതാരം ഉണ്ടായി. ഋഷഭാവതാരം എന്ന് തന്നെയാണ് നമ്മൾ പറയാറ്. ഋഷഭ അവതാരമാണ്. ഋഷഭ പദത്തിൻ്റെ അർത്ഥമൊന്ന് നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. ധർമാവതാരമാണ് ഭഗവാന്റെ. മനുഷ്യനെ സമൂഹമായി ജീവിക്കാൻ സപ്തദ്വീപുകളായി വിഭജിച്ച് ഓരോരോ പുത്രന്മാർക്കും ആ ദ്വീപുകളെ ഭരിക്കാനുള്ളതായ അനുജ്ഞയും കൊടുത്ത് പൂർവീകനായിരിക്കുന്ന പ്രിയവ്രതൻ ഈശ്വരീയമായ മാർഗത്തിൽ ലയിച്ചു ചേർന്ന് കഴിഞ്ഞപ്പോൾ ആ പുത്ര പരമ്പരകളിലൂടെ ഈ പ്രപഞ്ചം വികസിക്കുകയാണ് ചെയ്തത്. മനുഷ്യ വംശം വികസിക്കുകയാണ് ചെയ്തത്. ഈ മനുഷ്യവംശത്തിൻ്റെ വികാസത്തിന് നമ്മുടെയൊക്കെ ഇന്നത്തെ സദാചാര മൂല്യങ്ങൾക്ക് കാരണമായിരിക്കുന്ന സത്യത്തിൻ്റെ ബീജങ്ങൾ, അഹിംസയുടെ ബീജങ്ങൾ, അസ്തേയത്തിൻ്റെ ബീജങ്ങൾ, ഇതൊക്കെ വിതയ്ക്കപ്പെട്ട കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കണം. അത്തരത്തിലുള്ള ധർമ്മബോധത്തിലൂടെ മനുഷ്യനെ സംസ്കരിച്ചെടുക്കാൻ ഭഗവാൻ എടുത്ത അവതാരമാണ് ഋഷഭാവതാരം എന്ന് പറയുന്നത്. അദ്ദേഹം പല സമയത്തും ഈ സപ്തദ്വീപുകളിലെ ജംബുദ്വീപമാകുന്നതായ ആ മഹത്തരമായിരിക്കുന്ന ഭൂപ്രദേശത്ത് മഴ പെയ്തില്ല. ഇന്ദ്രൻ മഴ പെയ്യിച്ചില്ല. ആദ്യം നമ്മൾ പറഞ്ഞ ദൃശ്യദൃക്ഭാവത്തിലുള്ളതായ വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങൾക്ക് ഈശ്വരനായിരിക്കുന്ന മനസ്സ്, മനസ്സിന് ഈശ്വരനായിരിക്കുന്ന ബുദ്ധി, ബുദ്ധിക്ക് ഈശ്വരനായിരിക്കുന്ന ആത്മാവ്, സകലത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷി, അല്ലേ? അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ധർമ്മപരിപാലനവും ഭഗവാൻ അങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഭഗവാന്റെ ഇന്ദ്രിയ ഭാവങ്ങളാണ് ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, വായു മുതലായിരിക്കുന്ന ദേവതാസ്വരൂപങ്ങൾ. പക്ഷേ ചില സമയത്ത് ഇന്ദ്രിയങ്ങൾ തന്നെ കാണുന്നതായ മനസ്സിനെ മറക്കുന്നത് പോലെ ഈ ദേവതാസ്വരൂപങ്ങൾ ആ ദേവതാസ്വരൂപങ്ങളാകുന്ന ഭഗവാനെ മറക്കുന്നുണ്ട്. ആ മറവിയുടെ ഭാവമായി ഇന്ദ്രിയം വിചാരിക്കും, ഞാൻ ഇല്ലെങ്കിൽ ഇവൻ എങ്ങനെ, അല്ലേ? കണ്ണ് വിചാരിക്കുകയാണ്, ഞാൻ ഉള്ളത് കൊണ്ടല്ലേ ഇവൻ ഇത്ര അഹങ്കാരം. ഗോവർദ്ധന പർവ്വത ഉദാഹരണത്തിന് കാരണമായ ഇന്ദ്രന്റെ അഹങ്കാരം അതുപോലത്തെ ഒരു അഹങ്കാരമല്ലേ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നു. അത്തരത്തിൽ ഇന്ദ്രൻ ഈ ഋഷഭദേവന്റെ കാലഘട്ടത്തിൽ ഭൂമിയിൽ പല സമയത്തും മഴ പെയ്യിക്കാതായി.
ഈ വന്നിരിക്കുന്നത് ഭഗവാനാണ് എന്ന ബോധം ഇന്ദ്രനുണ്ടായില്ല. ഋഷഭദേവൻ തൻ്റെ യോഗശക്തി കൊണ്ട് തൻ്റെ ഭൂമിയെ പരിപാലിച്ചു, മഴ പെയ്യിച്ചു. സർവസമ്പൽ സമൃദ്ധിയോടുകൂടിയുള്ള ഭൂപ്രദേശങ്ങളായി മാറി ഭൂമിയിൽ. ഭഗവാന്റെ അവതാരമാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഇന്ദ്രന് സങ്കടമായി. ഇന്ദ്രൻ തൻ്റെ പുത്രിയായ ജയന്തിയെ ഋഷഭദേവന് വിവാഹം ചെയ്തു കൊടുത്തു. ഋഷഭദേവന് ജയന്തിയിൽ 100 പുത്രന്മാരുണ്ടായി. അതിൽ മൂത്ത പുത്രൻ്റെ പേരാണ് ഭരതൻ. ഋഷഭൻ തൻ്റെ പുത്രന്മാരിലൂടെ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ ധർമ്മമാർഗം ഉപദേശിച്ചു കൊടുത്തത് എന്ന മഹത്തരമായിരിക്കുന്ന രംഗം, ഋഷഭോപദേശം, ഞാൻ ഈ പ്രഭാഷണം കഴിഞ്ഞ അടുത്ത പ്രഭാഷണം നിങ്ങൾ കേൾക്കും. അതുകൊണ്ട് ഞാൻ ഋഷഭോപദേശത്തിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ഋഷഭചരിതം പറയുമ്പോൾ ഋഷഭോപദേശത്തിൻ്റെ ആ സത്തയെ ഉൾക്കൊള്ളാതെ നിവൃത്തിയില്ല. ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ തന്നെയാണ് ഉപദേശത്തിൻ്റെ സത്ത എന്ന് പറയുന്നത്. എങ്കിലും ഒന്ന് എടുത്തു പറയാൻ ഒരു ശ്ലോകം ഞാൻ പറയാം. നിങ്ങളൊന്ന് ആവർത്തിച്ച് വായിച്ചാൽ നന്നായി. ലോകസ്വയം ശ്രേയസി നഷ്ടദൃഷ്ടി അർത്ഥാൻ സമീഹേതനി കാമകാമഃ അന്യോന്യവൈര സുഖലേശഹേതോ അനന്തദുഃഖം ച നവേദ മൂഢഃ. നമ്മളെപ്പോലുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താ? ഈ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ മൂല്യവത്തായി കാണുന്നു. കാലത്ത് കണ്ണാടിക്ക് മുമ്പിൽ 1 മണിക്കൂർ എടുത്താലും നമുക്ക് മതിയാവുന്നില്ല. ഒരു ദിവസമെങ്കിലും കണ്ണാടി നോക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. മൗനവ്രതം പോലെ, ആഹാര നീഹാരാദികളിൽ നമ്മൾ വ്രതമെടുക്കുന്നത് പോലെ ഇനി ഞാൻ കണ്ണാടി നോക്കില്ല ഒരു 41 ദിവസത്തേക്ക് എന്ന് വ്രതമെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ ഒരു പരിധിവരെ ശരീരബോധത്തിൽ നിന്ന് ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. കാരണം ഞാൻ കറുത്തവനാണ്, ഞാൻ വെളുത്തവനാണ്, ഞാൻ ഉയരം കൂടിയവനാണ്, ഞാൻ ഉയരം കുറഞ്ഞവനാണ്, ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരിയാണ് എന്നൊക്കെ നാം ധരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ശരീരത്തിൻ്റെ ചതിയാണ്. എന്ന് വെച്ച് ഈ ശരീരം നിസ്സാരമാണോ? അല്ല. ശരീരം ആദ്യം ഖലു ധർമ്മസാധനം. ആ ഉത്തമബോധം നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ ശരീരത്തെ വേഷം കെട്ടിക്കുന്നു. വേഷം മാത്രം അവിടെ ശരീരത്തിന് സ്വന്തം. ധർമ്മമില്ല, കർമ്മമില്ല. രാജാവിൻ്റെ വേഷം കെട്ടാൻ നാം തയ്യാറാണ്, രാജനീതി നടപ്പാക്കാൻ നാം തയ്യാറല്ല. ഭരണാധിപന്റെ വേഷം കെട്ടാൻ നാം തയ്യാറാണ്, ഭരണാധിപന്റെ നീതി നടപ്പാക്കാൻ നാം തയ്യാറല്ല. അച്ഛനായി വേഷം കെട്ടിയവർ, അമ്മയായി വേഷം കെട്ടിയവർ, മക്കളായി വേഷം കെട്ടിയവർ, അനുജനായി, ജ്യേഷ്ഠനായി, സഹോദരിയായി, അങ്ങനെ സുഹൃത്തായി ഒക്കെ വേഷം കെട്ടിയിട്ടിരിക്കുന്നു നമ്മൾ. ആരും തന്നെ ആ വേഷത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വേഷത്താൽ നാം അനുഷ്ഠിക്കേണ്ടതായ ധർമ്മം കൈവിട്ടിരിക്കുന്നു. ആ ധർമ്മം വെറുതെ കിട്ടിയതല്ല നമുക്ക്. ഇതുപോലെ ഭഗവാൻ ഓരോരോ യുഗയുഗാന്തരങ്ങളിലും ഓരോരോ അവതാരങ്ങളെടുത്ത് ലോകത്തിന് ശാസനയായും അനുഷ്ഠാനമായും ഉപാസനയായും ഉപദേശിച്ചു കൊടുത്ത, ഇന്ന് നാം അഹങ്കരിച്ചുകൊണ്ട് ഞാൻ മനുഷ്യൻ, പക്ഷിയെക്കാളും മൃഗത്തെക്കാളും ലോകത്തിലെ സർവചരാചരങ്ങളെക്കാളും ശ്രേഷ്ഠമായിരിക്കുന്ന ഈശ്വര സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, ഈ അഭിമാനിക്കുന്ന സംസ്കരിക്കപ്പെട്ട മനുഷ്യനെ സൃഷ്ടിക്കാൻ ഈശ്വരൻ എത്രയെത്ര അവതാരങ്ങളെടുത്തു, എത്രയെത്ര പുരാണങ്ങളിലൂടെ, ഉപനിഷത്തുകളിലൂടെ, വേദ ഋക്കുകളിലൂടെ ഉപദേശിച്ചു കൊണ്ടിരുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. വേഷം മാത്രം നമുക്കുണ്ട്. ധർമ്മം അച്ഛൻ മക്കളോട് ചെയ്യേണ്ടത്, മകൻ അച്ഛനോട് ചെയ്യേണ്ടത്, അച്ഛനമ്മമാര് സ്വന്തം മക്കളോടും സമൂഹത്തോടും ഒരുപോലെ ചെയ്യേണ്ടതായ ധർമ്മം, ഗുരു ശിഷ്യന്മാരോട്, ശിഷ്യന്മാർ ഗുരുവിനോട്, പ്രജകളോട് രാജാവ് ചെയ്യേണ്ടത്, ഇങ്ങനെ വ്യക്തമായിരിക്കുന്ന ധാർമ്മികമായ മൂല്യങ്ങളെ അത്രയും സൂക്ഷ്മമായിട്ടാണ് ഈ ഋഷഭദേവാവതാരം എടുത്തുകൊണ്ട് ഭഗവാൻ ലോകത്തിന് ഉപദേശിച്ചു കൊടുത്തത്. ആ ഉപദേശത്തിൻ്റെ ഒരു സത്താരൂപമായിരിക്കുന്ന ശ്ലോകമാണ് ഞാൻ ചൊല്ലിയത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ശരീരമെന്ന് ധരിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ഈ ശരീരം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് സുഖദുഃഖങ്ങളാകുന്ന നശ്വരമായിരിക്കുന്ന ഭ്രമങ്ങളാണ്.
ആ ശരീരം ഈ പറയുന്ന കേവലതയെ അനുഭവിക്കാനുള്ളതല്ല. അത് നിങ്ങൾക്ക് മനുഷ്യന്റെ ശരീരം എടുക്കണമെന്നില്ല. ഒരു പക്ഷിയുടെ, ഒരു കൃമിയുടെ, മലത്തിൽ കിടക്കുന്ന ഒരു കൃമിയുടെ ശരീരം എടുത്താലും നിങ്ങൾക്ക് വിശപ്പ് മാറുമ്പോഴുള്ള സുഖം കിട്ടും, ദാഹം മാറുമ്പോഴുള്ള സുഖം കിട്ടും. സ്ത്രീ പുരുഷ ലിംഗഭേദമനുസരിച്ച് ഉള്ളതായ വികാര വൈകാരിക വിചാരഭാവങ്ങളിലൂടെ ലഭിക്കുന്ന സുഖങ്ങൾ കിട്ടും. മനുഷ്യന്റെ ശരീരം വിവേകമുപയോഗിച്ച് ശരീരത്തിനപ്പുറമുള്ളതായ ആത്മസുഖത്തിന് വേണ്ടിയുള്ളതാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾ നിങ്ങളുടെ ശരീരധർമ്മത്തെ നിലനിർത്തുക. അതോടൊപ്പം ആ ധർമാനുഷ്ഠാനങ്ങളെ പരമാത്മാവിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഈശ്വരേച്ഛ പൂർത്തീകരിക്കാനാണ് എനിക്കെൻ്റെ കണ്ണ്, എനിക്കെൻ്റെ മൂക്ക്, എനിക്കെൻ്റെ നാക്ക്, എനിക്കെൻ്റെ ത്വക്ക്, എനിക്കെൻ്റെ ചെവി. ഈശ്വരേച്ഛകളെ പൂർത്തീകരിക്കുന്ന തരത്തിലുള്ളതായ ആ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് എനിക്കെൻ്റെ കയ്യ്, കാല്, പായു, ഉപസ്ഥം മുതലായിരിക്കുന്നതായ കർമ്മേന്ദ്രിയങ്ങൾ. ഈ തിരിച്ചറിവിലൂടെ നിങ്ങൾ ലോകത്തെ നയിക്കൂ എന്ന് ജംബുദ്വീപിൻ്റെ ഉത്തുംഗമായിരിക്കുന്ന പീഠത്തിൽ നിന്നുകൊണ്ട് പുത്രന്മാരായിരിക്കുന്ന 100 പേരോടെന്ന ഭാവേന ലോകത്തോട് മുഴുവൻ ധർമ്മോപദേശം ചെയ്ത ധർമ്മശാസ്താവിൻ്റെ അവതാരമാണ് ഋഷഭാവതാരം. ഋഷഭപദം വേദത്തിലും മറ്റ് പുരാണ ഉപപുരാണങ്ങളിലും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ടാണ്. സാക്ഷാൽ മഹാദേവൻ ഋഷഭ വാഹനനാണ്. ധർമ്മത്തിൻ്റെ പുറത്താണ് ഈശ്വരൻ്റെ സഞ്ചാരം. ഈശ്വര തത്വം നമ്മുടെ ഹൃദയത്തിലേക്ക് വേണ്ടതുപോലെ എത്തണമെങ്കിൽ ധർമ്മമാർഗമല്ലാതെ മറ്റൊരു മാർഗവും അതിലില്ല. ഈ ധർമാവബോധം, എന്താണ് ധർമ്മം, ആ ധർമ്മത്തിൻ്റെ അനുഷ്ഠാനത്തിൽ നമ്മളെ എങ്ങനെയാണ്, നാം എപ്പോഴാണ് പതറിപ്പോകുന്നത്, ആ പതറിപ്പോകുന്ന അടിസ്ഥാന തത്വങ്ങളെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ലൗകികമായിരിക്കുന്ന നിസ്സാരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ധർമ്മനിഷ്ഠരാവാം. ഉറക്കം, മൈഥുനം, ആഹാരം, നീഹാരം, 4 കാര്യങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചാൽ നമ്മൾ ധർമ്മമാർഗത്തിലൂടെ ധൈര്യപൂർവം സഞ്ചരിച്ച് ഈശ്വരേച്ഛയെ പൂർത്തീകരിക്കുന്നതാണ്. ആ ഒരു ഉദാത്തമായ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ ആദ്യം വിതച്ച ബീജം, ഋഷഭദേവൻ വിതച്ച ആ ബീജങ്ങളെ ലോകം വേണ്ടതുപോലെ എങ്ങനെ നിറവേറ്റണം എന്ന് ബോധ്യപ്പെടുത്താൻ ഋഷഭദേവൻ ചെയ്തത് സ്വയം അത് അനുഷ്ഠിച്ച് കാണിക്കലാണ്. തൻ്റെ പുത്രന്മാരിൽ ഭരതൻ ശ്രേഷ്ഠമായിരിക്കുന്നതായ ആ ധൈര്യ ഓജോ ഗുണങ്ങളോടുകൂടിയവനാണ് എന്നും ജ്ഞാനിയാണ് എന്നും തിരിച്ചറിഞ്ഞതോടുകൂടി അദ്ദേഹം ഭരതന് ജംബുദ്വീപത്തെയും മറ്റു മക്കൾക്ക് മറ്റു ദ്വീപങ്ങളെയും വിഭജിച്ചു കൊടുത്തു. 81 പേർ യജ്ഞാദികളെ ചെയ്തുകൊണ്ടും വർണ്ണാശ്രമധർമ്മങ്ങളെ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടും സഞ്ചരിച്ചു. നവയോഗികൾ യോഗമാർഗത്തെ, ആവിർഹോത്രൻ, അന്തരീക്ഷൻ, ദ്രുമിളൻ, ചമസൻ മുതലായിരിക്കുന്നതായ നവയോഗികള് യോഗമാർഗത്തെ ലോകത്തിൽ അങ്ങനെ പ്രചരിപ്പിച്ചു. ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് മക്കളെ അവരവരുടേതായ ആ ധർമ്മബോധത്തിലേക്ക് നയിച്ച് ഋഷഭദേവൻ അതാ കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോവുകയാണ്. ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക്, ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക്, നഗരങ്ങളിലൂടെ, ആരണ്യകങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഋഷഭദേവൻ അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കർമ്മങ്ങൾ, തൻ്റെ ധർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞ് ഇനി ധർമ്മനിഷ്ഠമായ ലോകത്തിനുള്ളതായ യജ്ഞഹവിസ്സായി സമർപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലൂടെ ആ ശരീരത്തെ അങ്ങനെ നയിച്ചുകൊണ്ടിരുന്നു. ആത്മാവ്, ഇളക്കമില്ലാത്ത ആത്മാവ്. ശരീരവും ആത്മാവും രണ്ടും രണ്ടല്ലാത്ത ഒരവസ്ഥയിലേക്ക്, അതൊരു അത്ഭുതമാണ്, എളുപ്പമുള്ളൊരു കാര്യമല്ല. ശരീരമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ ശരീരത്തിൻ്റെതായ വികാര വിചാരങ്ങൾ തന്നെ ഏതെങ്കിലും തരത്തിൽ വൈകാരികമായ പരിണാമത്തിലേക്ക് നയിക്കുന്നതിനെ തടയാൻ പറ്റാത്തവരാണ് ഒട്ടുമിക്ക ജ്ഞാനികളും. ഈശ്വരാവതാരമാണ് ഋഷഭദേവൻ എന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം ശരീരം അദ്ദേഹത്തിന് ആ ആത്മാനന്ദാനുഭവത്തിന് തടസ്സമായിരുന്നില്ല. നിത്യമുക്തമായിരിക്കുന്നതായ പരമാത്മ ചൈതന്യത്തിലുള്ള ആ നിഷ്ഠ,
അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ പരിണാമങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചേയില്ല. ഉന്മത്തനെ പോലെ, ഭ്രാന്തനെ പോലെ സകല ലോകങ്ങളിലേക്കും സഞ്ചരിച്ചു കൊണ്ടിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് അണിമ, മഹിമ, ഗരിമ, ലഘിമ മുതലായിരിക്കുന്ന സകല ഗുണങ്ങളും ഉണ്ടായിരുന്നു. ഈ സിദ്ധികളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും ആ സിദ്ധികളൊന്നും ഉപയോഗിച്ചില്ല. എന്താ കാരണം? നേരത്തെ പറഞ്ഞ സിദ്ധികൾ ഉപയോഗിച്ചാലും ഇത്രയും മഹത്തരമായ ആത്മാരാമത്വമുള്ള ആളുകളെ എങ്ങനെയാണ് ആ സിദ്ധികൾ അധപ്പതിപ്പിക്കുക എന്ന് ചോദിച്ചുവല്ലോ. അധപ്പതിപ്പിക്കില്ല എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ പറയുകയാണ്, ബുദ്ധിമാന്മാര് ഒരിക്കലും ഈ മനസ്സ്, ചഞ്ചലമാകുന്ന മനസ്സിനെ വിശ്വസിക്കുകയില്ല. നമ്മളൊക്കെ ചഞ്ചലമായ മനസ്സിനെ വിശ്വസിക്കുന്നവരാണ്. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയുമ്പോൾ വിശ്വസിക്കൂ എന്ന് പറയുന്നതും മനസ്സാണ്, വിശ്വസിക്കുന്നതും മനസ്സാണ്. മനസ്സിനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഈ മനസ്സോ, അതുകൊണ്ട് ഇവിടെ ഒരു കിണർ കുഴിക്കും, അയ്യോ വെള്ളം കിട്ടിയില്ല. അപ്പുറത്തൊരു കിണർ കുഴിക്കും, അയ്യോ വെള്ളം കിട്ടിയില്ല. അപ്പുറത്തൊരു കിണർ കുഴിക്കും. അങ്ങനെ നമുക്ക് വിശ്വാസത്തിൻ്റെ കിണറുകൾ മാത്രമാണ്, ആത്മവിശ്വാസത്തിൻ്റെ തടാകങ്ങളില്ല. വിശ്വാസത്തിൻ്റെ കിണറുകളിലോ ഒരിക്കലും വെള്ളം കണ്ടെത്താൻ കഴിയുകയുമില്ല. കാരണം ആ കിണറുകൾ മനസ്സ് കുഴിച്ച കിണറാ. ബുദ്ധി ഒരു കിണറും കുഴിച്ചില്ല. ബുദ്ധിയെ കൊണ്ട് പണിയെടുപ്പിക്കൂ നിങ്ങൾ. കാരണം ബുദ്ധി കുഴിക്കുന്നത് ആത്മാവിനെ കാണാനാ. ബുദ്ധിക്ക് ഒന്നേ കാണാനുള്ളൂ, കാണേണ്ടതുള്ളൂ ആത്മാവിനെ മാത്രമാണ്. മനസ്സും ഈശ്വരസ്വരൂപമാണ്. പക്ഷേ ചാരത്തിൽ മൂടിക്കിടക്കുന്ന കനൽ പോലെയാണ് അവിടെയുള്ള മനസ്സിൻ്റെ ഈശ്വരാനുഭവം. ഇത്തരണത്തിൽ സിദ്ധികൾ നമ്മെ കുടുക്കും എന്നറിയാവുന്നത് കൊണ്ട് അത് ലോകത്തെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സിദ്ധികൾ, ഈശ്വരീയമായിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായാൽ, അയ്യോ എനിക്കിതാ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് അതിൽ അഭിമാനിക്കാനുള്ളതല്ല. അത് അഭിമാനിക്കുന്ന നിമിഷം നിങ്ങൾ നേടിയതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. സാക്ഷാൽ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അരികത്ത് കുറേ ആളുകൾ വന്നു. അക്കൂട്ടത്തിൽ ഒരു മഹാപണ്ഡിതൻ, തപസ്വിയും വന്നു ചേർന്നു. അപ്പം ഇവരൊക്കെ ഒരു പുഴയുടെ തീരത്താണ് ഇരുന്നിരുന്നത്. അപ്പോൾ ഈ മഹാനായ പണ്ഡിതൻ പറഞ്ഞു, ഞാൻ 40 വർഷമായി തപസ് ചെയ്യുന്നു. 40 വർഷത്തെ തപസ്സിനൊടുവിൽ എനിക്കൊരു മഹാസിദ്ധി കിട്ടി. എന്താ കിട്ടിയത്? ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ പുഴയുടെ അക്കരയ്ക്ക് വഞ്ചിയില്ലാതെ, യാതൊരു മാധ്യമങ്ങളുമില്ലാതെ വെള്ളത്തിന് മീതെ നടന്ന് അക്കരയെത്തി. അതേപോലെ തിരിച്ചു നടന്ന് ഇക്കരയെത്തി. കയ്യും കെട്ടി രാമകൃഷ്ണ പരമഹംസനെ നോക്കി. ഉള്ളിൽ പുച്ഛം, സന്യാസിയാണത്രേ, സ്വാമിയാണത്രേ. നിങ്ങൾക്ക് വല്ല സിദ്ധിയുണ്ടോ ഇതുപോലെ? രാമകൃഷ്ണ പരമഹംസൻ ചിരിച്ചു ചോദിച്ചു. എന്തൊരു ചിരിയാണ് അദ്ദേഹത്തിൻ്റെ! നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ചിരിയിൽ തന്നെ നമ്മുടെ അഹങ്കാരമൊക്കെ ഇല്ലാതായേനെ. ലോകത്തിൽ ഇത്രയും ലളിതമായിരിക്കുന്ന ജീവിതം നയിച്ചൊരു സന്യാസി അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ പദങ്ങളും ലളിതമാണ്, അദ്ദേഹത്തിൻ്റെ ശകാരങ്ങൾ ലളിതമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? അയ്യോ, എനിക്ക് ഈ പുഴ ഇങ്ങനെ ഒരു മാധ്യവുമില്ലാതെ കടക്കാൻ കഴിയില്ല. നിങ്ങളിങ്ങനെ കടക്കാൻ വേണ്ടി എത്ര വർഷം തപസ് ചെയ്തു? ഞാൻ 40 വർഷമാണ് അതിനു വേണ്ടി ചെലവാക്കിയത്. രാമകൃഷ്ണൻ ചിരിച്ചിട്ട് പറഞ്ഞു, പക്ഷേ എനിക്ക് ഈ പുഴ കടക്കാൻ 1/2 അണ മാത്രം മതി. ഞാൻ കൈയൊന്ന് കൊട്ടി വിളിച്ചാൽ തോണിക്കാരൻ വരും. 1/2 അണ കൊടുത്ത് ഞാൻ അക്കരെ കടക്കും. നിങ്ങൾ അതിനു വേണ്ടി ചെലവഴിച്ചത് 40 വർഷമല്ലേ? കഷ്ടം. സിദ്ധികൾക്ക് അത്രയേ ഉള്ളൂ. വായുവിൽ 6 മിനിറ്റ് ഉയർന്നു നിൽക്കാൻ വേണ്ടി 16 വർഷം രാജയോഗം ശീലിച്ചയാളോട് സ്വാമി വിവേകാനന്ദൻ ചോദിച്ചത് ഇതാ, നിങ്ങൾ 6 മിനിറ്റ് ഭൂമിയിൽ നിന്ന് ആകാശത്തിൽ പൊങ്ങിയിരുന്നത് കൊണ്ട് ഈ ലോകത്തിന് വല്ല ഗുണവുമുണ്ടോ ഹേ എന്നാണ്. ഋഷഭദേവനും നമ്മെ പഠിപ്പിച്ചത് അതാണ്. നിങ്ങൾ യോഗമാർഗത്തെ, ധ്യാനമാർഗത്തെ, ജ്ഞാനമാർഗത്തെ സ്വീകരിക്കേണ്ടത് മഹാസിദ്ധികൾ കൈവരിക്കാനല്ല, നിങ്ങൾ എന്തെന്ന് അവബോധമാകുന്ന ആ കേവലാത്മാനുഭൂതി അതിനു വേണ്ടിയാണ്. നിങ്ങളത് ലോകത്തെ പഠിപ്പിക്കേണ്ട, നിങ്ങൾ സ്വയം ആ അനുഭവത്തിൽ നിലനിന്നുകൊണ്ട് ജീവിച്ചാൽ മതി. ലോകം നിങ്ങളെ കണ്ട് പഠിക്കും.
നിങ്ങൾ ലോകത്തെ കണ്ടത് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അധ്യാപകനാവണ്ട. നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവിതത്തെ അധ്യാപനമാക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ യജ്ഞമാക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ധ്യാനമാക്കുക. നിങ്ങളുടെ ഗുണങ്ങൾ കൈകൊട്ടി വിളിച്ച് ഒരു തെരുവ് സർക്കസുകാരനെ പോലെ കാണിച്ചു കൊടുക്കേണ്ടതല്ല. നിങ്ങളത് സ്വയം അനുഭവിച്ചു കൊണ്ടിരുന്നാൽ മാത്രം മതി. ലോകം നിങ്ങളുടെ അനുഭവത്തെ തിരിച്ചറിയും. പരീക്ഷിത്ത് ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ല, ഞാനിതാ പ്രായോപവേശം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് കത്തയച്ചില്ല. അദ്ദേഹം എല്ലാ തീരുമാനങ്ങളും എടുത്തുകൊണ്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് സർവവും പരിത്യജിച്ച് വിഷ്ണുപതിയുടെ തീരത്തിൽ വന്നങ്ങിരുന്നേയുള്ളൂ. അവിടേക്ക് വന്നില്ലേ അവധൂതന്മാർ, മഹായോഗികൾ? എത്രയെത്ര ഉദാത്തമായിരിക്കുന്നതായ ജ്ഞാനമാർഗമാണ്, ജ്ഞാന നദികളാണ് അവിടെ ഒഴുകിയെത്തിയത്. ഒടുവിലെത്തി സ്വയം ഭാഗവതാവതാരമായിരിക്കുന്ന ശ്രീശുകൻ. ശ്രീശുകൻ ഭാഗവത അവതാരം തന്നെയാണ്, ഭാഗവത സ്വരൂപമാണ്. ഭാഗവതം എന്താണ് എന്ന് ചോദിച്ചാൽ എന്തുത്തരമാണോ നിങ്ങൾ കൊടുക്കുന്നത്, അതേ ഉത്തരം തന്നെയാണ് ശ്രീശുകൻ ആരാണെന്ന് ചോദിച്ചാലും കൊടുക്കേണ്ടത്. ഭഗവാൻ സ്വയം ഭാഗവത സ്വരൂപനായി ശ്രീശുക ഭാവത്തിൽ, ഗുണഭാവത്തിൽ അവതരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും എത്തിച്ചേർന്നു. സിദ്ധികൾ കാട്ടിയിട്ടല്ല. ഋഷഭദേവനും അതുപോലെ ഒരു സിദ്ധികളും കാണിച്ചില്ല. ആ കൊടുങ്കാട്ടിലേക്ക് ചരിച്ച് നമ്മൾ ആദ്യം കണ്ട ചിത്രം അല്ലേ, ജടാവൽക്കര ഭാവത്തോടുകൂടി, വൽക്കരങ്ങളില്ല, ജടകൾ, ജടമൂടിയ ശരീരം, ദിഗംബരനാണ്, ദിക്കുകളാകുന്ന വസ്ത്രത്തെ ധരിച്ച ഒരു അവധൂതൻ, ഒരു തീർത്ഥാടകനെന്നോ അപരിഷ്കൃതനെന്നോ ഭ്രാന്തനെന്നോ ഉന്മത്തനെന്നോ എന്നും വിളിക്കാവുന്ന ഒരു മഹാനുഭാവൻ. അദ്ദേഹത്തിൻ്റെ മലമൂത്ര വിസർജനാദികൾക്ക് പോലും സുഗന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മാലിന്യം ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. പഞ്ചഭൂതാത്മകമായിരിക്കുന്ന മാലിന്യം നമുക്കുണ്ടാവുന്നത് പഞ്ചഭൂതങ്ങളുടെ ഗുണങ്ങളെ സ്വീകരിക്കുന്ന പഞ്ചഭൂതാത്മകമായ ഇന്ദ്രിയങ്ങളുടെ അവിവേകം കൊണ്ടാണ്. ആ ഇന്ദ്രിയങ്ങൾ അവിവേകപൂർണമായ മനസ്സിനെ അനുസരിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം നിർമ്മലമായിരുന്നു. നിർമ്മലമായ ശരീരഭാവം യഥാർത്ഥത്തിൽ ആത്മാനുസന്ധാനത്തിൻ്റെ പ്രാർത്ഥനാസ്വരൂപമായിരിക്കുന്ന ആ തീർത്ഥീകൃത ഗംഗ ഒഴുകി ഒഴുകി കുടകാചലത്തിലെത്തിയപ്പോഴോ സത്തുക്കൾ എവിടെ എത്തുന്നു? അവർക്ക് ചുറ്റുമുള്ള സർവ്വതും ചേതനങ്ങളും അചേതനങ്ങളും എന്ന വ്യത്യാസം നമ്മൾ മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. ഈശ്വരനില്ല. അതുകൊണ്ട് ആ ഈശ്വരൻ എന്ത് ചെയ്തു? തൻ്റെ ജ്ഞാനാത്മകമായ സ്നേഹത്തിൻ്റെ ഹസ്തങ്ങൾ ആ കൊടുങ്കാടിനെ മുഴുവനും അങ്ങ് വാരിപ്പുണർന്ന് ഹൃദയമാകുന്ന അഗ്നിജ്വാലയിലേക്ക് അങ്ങോട്ട് ചേർത്തു. കുടകാചലം മുഴുവൻ ജ്ഞാനാഗ്നിയാൽ അങ്ങനെ ദഹിക്കാൻ തുടങ്ങി. പരിബോധത്തിൻ്റെ ബ്രഹ്മമയമായ അഗ്നിജ്വാലകൾ ഇങ്ങനെ ജ്വലിച്ച് ജ്വലിച്ച് ഒടുവിൽ ആ ജ്വാലകളൊക്കെ അങ്ങോട്ട് കിട്ട ഇല്ലാതായതോടുകൂടി ഒന്നുമില്ലാതായി. അവശേഷിച്ചതോ ഋഷഭദേവൻ്റെ പുണ്യചരിതം. ആ പുണ്യചരിതത്തെ അങ്ങനെ ശ്രീശുകൻ പരീക്ഷത്തിന് വർണ്ണിച്ചു കൊടുത്തു. ലോകം പഠിക്കേണ്ടത് അഹിംസ, ഭൂതദയ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ, നിങ്ങളുടെ വൈകാരികമായിരിക്കുന്ന അവസ്ഥകൾക്ക്, പരിണാമങ്ങൾക്ക് കാരണമായിരിക്കുന്ന ശരീരത്തിൻ്റെ ആ കേവലതകളെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സത്യനിഷ്ഠരായിരിക്കാൻ സാധിക്കൂ, അഹിംസാനിഷ്ഠരായിരിക്കാൻ സാധിക്കൂ, അസ്തേയനിഷ്ഠരായിരിക്കാൻ സാധിക്കൂ. ആ ധർമ്മത്തെ, ഭാരതീയ ധർമ്മത്തെ നിങ്ങൾക്ക് അനുഷ്ഠിക്കാൻ സാധിക്കൂ, ഉപാസിക്കാൻ സാധിക്കൂ, ധ്യാനിക്കാൻ സാധിക്കൂ. നിങ്ങളുടെ ധ്യാനാത്മക ബോധതലങ്ങളിൽ ഋഷഭദേവൻ്റെ ഉദാത്തമായി ഈ ചിത്രമുണ്ടാവട്ടെ. കൊടുങ്കാടിനുള്ളിൽ പ്രവേശിച്ച് അവിടെ അഗ്നി ജ്വലിച്ച സമയത്ത് ആ അഗ്നിയിൽ ദഹിച്ച് ദഹിച്ച് വാവിട്ട് കരയുന്ന ജീവജാലങ്ങളെ അദ്ദേഹം രക്ഷിച്ചത് എന്തിനാ? അയ്യോ അഗ്നി കൊണ്ട് പൊള്ളുന്നു ഈ പക്ഷികൾക്ക്, അയ്യോ അഗ്നി കൊണ്ട് പൊള്ളുന്നു ഈ മൃഗങ്ങൾക്ക് എന്ന് വിളിച്ചു പറഞ്ഞാൽ അവിടെ അവർക്കൊരിക്കലും ആശ്വാസമുണ്ടാവില്ല. വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിദ്ധികൾ ഉപയോഗിച്ച് അഗ്നി കെടുത്താമായിരുന്നു. അല്ലേ? അത്ര ചെയ്താൽ പോരെ? എന്തിനാ ഈ ബുദ്ധിമുട്ടി അദ്ദേഹവും അഗ്നിയിൽ ലയിച്ചത്? അദ്ദേഹം പറഞ്ഞത്, ലോകത്തോട് പറഞ്ഞത്, നിങ്ങൾ എന്തിന് കരയുന്നു, നിങ്ങൾ എന്തിന് വേദനിക്കുന്നു, ഈ ശരീരം ഇത്ര നിസ്സാരമല്ലേ, ഇതാ ഞാൻ കാണിച്ചു തരാം, ഇത് ഇല്ലാതായാൽ ഒക്കെ ഇല്ലാതായി എന്ന് പറഞ്ഞ സ്വയം അത് ആത്മഹത്യയല്ല. അത് ആത്മാനുഭവത്തിൻ്റെ ഉദാത്തമായ പക്വഭാവമാണ്,
ജീവജാലങ്ങൾക്ക് ഈ ദുഃഖത്തെ അനുഭവിക്കുന്ന ശരീരമെന്ന് പറഞ്ഞത് സ്വധർമാനുഷ്ഠാനത്തിന് ശേഷം പരിത്യജിക്കാനുള്ളതാണ്, ഈശ്വരേച്ഛയെ പൂർത്തീകരിക്കാനുള്ളതാണ്. ആ അഗ്നിജ്വാലകൾ അവിടെ ഈശ്വരേച്ഛയായിരുന്നു. ഋഷഭദേവന്റെ ഭൂതദയ അങ്ങനെയായിരുന്നു. അജ്ഞാനത്താൽ മാത്രമേ നിലവിളി ഉണ്ടാവൂ, ജ്ഞാനികൾ നിലവിളിക്കാറില്ല. അജ്ഞാനം നിലവിളികൾക്ക്, മുറവിളികൾക്ക്, ആക്രോശങ്ങൾക്ക് കാരണമായിത്തീരുന്നു, കലാപങ്ങൾക്ക് കാരണമായിത്തീരുന്നു. ഇന്ന് കാണുന്ന മഹായുദ്ധങ്ങളെയും കലാപങ്ങളെയും ഇല്ലാതാക്കാൻ ഒരേയൊരു മഹാശക്തിക്കേ കഴിയൂ. അത് ഈശ്വരൻ്റെ ത്രിഗുണങ്ങളാണ്: ഭക്തി, ജ്ഞാനം, യോഗം. ഈ ഈശ്വരീയ ഗുണങ്ങളെ ഹൃദയത്തോട് ചേർത്ത്, ജീവിതത്തോട് ചേർത്ത് അതിനെ ധർമ്മമായി സ്വീകരിക്കാൻ ഋഷഭദേവൻ സ്വന്തം ജീവിതത്തെ തന്നെ അനുഷ്ഠാനമാക്കി, യജ്ഞമാക്കി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ആ ആരണ്യകങ്ങളിൽ പടർന്നു പിടിച്ച അഗ്നി നമ്മുടെ ഹൃദയത്തിലും പടർന്നു പിടിക്കട്ടെ. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംസാരക്കാടിൻ്റെ കേവലമായിരിക്കുന്ന ശരീരബോധം അങ്ങനെ നശിച്ചു പോകട്ടെ. ഞാനെന്ന ഈ ശരീരബോധമാണ്, അഹങ്കാരമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കലാപങ്ങൾക്കും യുദ്ധങ്ങൾക്കും ഒക്കെ കാരണം. അതിനൊക്കെ അപ്പുറമുള്ള സത്യത്തിലേക്കും അസ്തേയത്തിലേക്കും അഹിംസയിലേക്കും ഈ ഋഷഭചരിതം നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിലും ആ ഋഷഭദേവൻ അവതരിക്കട്ടെ. അർഹനെപ്പോലെ തെറ്റിദ്ധരിച്ച് അനുകരിക്കാനല്ല, മഹാത്മാക്കളെ അനുകരിക്കാനുള്ളതല്ല, അനുസരിക്കാനുള്ളതാണ്. അത് പഠിക്കാത്തൊരു അർഹൻ എന്ന രാജാവ് പിന്നീട് പലതും കാണിച്ചു വെച്ചു. അതിൻ്റെ ബാക്കി പത്രങ്ങൾ ഇപ്പോഴും അവശേഷിച്ചിട്ടില്ല. ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വലിച്ചെറിഞ്ഞ് തോന്നിവാസം ചെയ്ത് ജീവിക്കാമെന്ന് പഠിപ്പിച്ചതാണ് എന്ന് വിചാരിച്ച് അത്തരത്തിൽ ജീവിക്കുന്ന ആളുകളെയും നമുക്ക് കാണാം. അതല്ല യഥാർത്ഥം. സത്യം പരം ധീമഹി. ഭാഗവതം ധ്യാനിച്ചത് സത്യത്തെയാണ്. അതിന് സത്യത്തിൻ്റെ മാർഗം മാത്രമേ ഉള്ളൂ. സത്യം മാത്രമാണ് അതിൻ്റെ ചിന്താരീതിയും. അങ്ങനെ ഈ ഋഷഭദേവൻ്റെ ഉദാത്തമായ ചിത്രം നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് ഒട്ടിച്ചു ചേർക്കാൻ ഞാൻ ശ്രമിച്ചു. എത്രത്തോളം കഴിഞ്ഞുവെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞിടത്തോളം അത് ഈശ്വരൻ്റെ കൃപ അത്രമാത്രം. ഏവർക്കും നല്ലത് വരട്ടെ. ഈ സത്രത്തിൻ്റെ മഹത്തരമായിരിക്കുന്ന ശ്രേയസ് ലോകം മുഴുവൻ ഉണരട്ടെ. സ്വാമി ഭൂമാനന്ദ തീർത്ഥപാദരുടെ പദാരവിന്ദങ്ങളിൽ മനസ്സാ നമിച്ചുകൊണ്ട് പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഹരി.